വിശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം. ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. മണിമേടയിൽ അങ്ങു പോയി ഞാൻ എന്നും പാടുമേ. ഹല്ലേലൂയ ഘോഷം കേൾക്കുന്നേ. അങ്ങു പോയി ഞാൻ എന്നും പാടുമേ. ഇൻപവീട്ടിൽ ഞാൻ എപ്പോൾ ചേരും. സ്നേഹ സ്വരൂപനാം നാഥ. ഇൻപവീട്ടിൽ ഞാൻ എപ്പോൾ ചേരും. സ്നേഹ സ്വരൂപനാം നാഥ. ജീവവൃക്ഷത്തിൽ നമുക്ക് ഭവനത്തിലെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. കരുണയുള്ള ദൈവം ഭൂമിയിൽ ഈ മാതാവിനെയും സ്നേഹിച്ചത് ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. കർത്താവ് ജീവിത നാളുകളിൽ തന്നോട് കൂടെയിരുന്ന് ദൈവം തന്നെ ഭൂമിയിൽ പരിപാലിച്ചല്ലോ. ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കർത്താവ് തന്നെ കൊണ്ടുവന്നല്ലോ. വലിയവനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഒരു ദൈവപൈതലായി തീരുവാൻ കൊടുത്ത വലിയ അവസരം ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്വോത്രം 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 സ്വോത്രം. താൻ അറിഞ്ഞതും തനിക്ക് ലഭിച്ചതുമായ വിശ്വാസത്തെ തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടി ഓടുവാൻ ദൈവം തന്നെ സഹായിച്ചത് ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്വോത്രം 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 സ്വോത്രം. ബൈബിളിൽ അനേക വിശുദ്ധ സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകളെന്നാകുന്നു അവരെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നത്. അതുപോലെ ഈ പ്രിയ മാതാവിനും യേശുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, വിശ്വാസം വെച്ചുകൊണ്ട് ഈ ഭൂമിയിലെ തൻ്റെ ജീവിത നാളുകൾ തുടരുവാൻ സ്വർഗം തന്നെ സഹായിച്ചത് ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. അനേകർ ഭൂമിയിൽ മറ്റു പല രീതിയിൽ ജീവിച്ച് ജീവിതാന്ത്യം മറ്റൊരവസ്ഥയിലാകുമ്പോൾ പ്രിയ മാതാവിന് മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരുടെയും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി പ്രത്യാശയുള്ളൊരു കടന്നുപോക്ക് ഭൂമിയിൽ ദൈവം തനിക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. തുടർന്ന് ഇവിടെ നടത്തപ്പെടുന്ന അന്ത്യ ശുശ്രൂഷകൾ ദൈവം നടത്തണം. വലിയവനായ ദൈവം ഫാറമേറ്റ് ദൈവം നടത്തി അനുഗ്രഹിക്കണനാ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. വിശുദ്ധന്മാരെല്ലാവരെയും ദൈവം കൊണ്ടുവന്ന് ഇത് വലിയൊരു അനുഗ്രഹമാക്കണനാ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ദൈവിക ആശ്വാസം കൊണ്ട് ദൈവം നിറയ്ക്കണം. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നമ്മുടെ യേശു ചെന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവരെ ദൈവം ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ കർത്താവ് ഇന്ന് പൽക്കാലം ഇവിടെ ഇറങ്ങി വന്ന് ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും സ്വർഗത്തിലെ ആശ്വാസം കൊണ്ട് ദൈവം നിറയ്ക്കണനാ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. പ്രകൃതിയെല്ലാം ദൈവം നമുക്ക് അനുകൂലമാക്കണനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല പിതാവേ, ദയയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ വലിയ ദൈവമേ, ഞങ്ങളുടെ കൃപകളെ ഓർത്ത് ഒരിക്കൽ കൂടി അങ്ങ് ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രിയമാതാവിൻ്റെയും ജനന സമയം മുതൽ കഴിഞ്ഞുപോയ ദിവസം വരെയും ഭൂമിയിൽ ജീവിപ്പാൻ സ്വർഗം അനുവദിച്ചதை ഓർത്ത് അങ്ങ് ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവ് ഭൂമിയിലെ തൻ്റെ ജീവിത നാളുകളിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരു ഭാഗ്യം ദൈവം നൽകിയല്ലോ. ഒരു ദൈവവൈതലായി തീരുവാനും ജലസ്നാനം സ്വീകരിപ്പാനും ശുദ്ധന്മാരുടെ കൂട്ടായ്മയുടെ ബന്ധത്തിലാകുവാനും
സ്വർഗം തനിക്ക് കാണിച്ച വിലയുള്ള അവസരത്തെ ഓർത്ത് അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, അതിലുപരി നല്ല കുടുംബജീവിതം ദൈവം നൽകിയല്ലോ, മക്കളെ ദൈവം നൽകിയല്ലോ. അവരെല്ലാം പ്രത്യാശയുള്ളവരായി ഭൂമിയിൽ വളർത്തുവാൻ കർത്താവ് കൊടുത്ത വിലയുള്ള അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അതിലുപരി കർത്താവേ, തനിക്ക് ലഭിച്ചതും താൻ അറിഞ്ഞതുമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ അന്ത്യനാൾ വരെയും ജീവിപ്പാൻ ദൈവം തന്നെ സഹായിച്ചല്ലോ. തുടർന്നും അന്ത്യ ശുശ്രൂഷയ്ക്കായി ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുക. ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ശുശ്രൂഷകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. വിശുദ്ധന്മാരെല്ലാം ദൈവം ബലപ്പെടുത്തിയാട്ടെ. ആരെങ്കിലും യേശുവിനെക്കുറിച്ച് അറിയാതെയുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ മുഖാന്തരം അവരെല്ലാം യേശുവിനെക്കുറിച്ച് അറിയുവാനും കർത്താവ് സഹായിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലമുള്ള ദൈവകരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും താഴ്ത്തുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാട്ടുപാടിയ ലോകേ ഞാനൻ ഓട്ടം തികച്ച് സ്വർഗഗേഹേ വിരുദിനായി. ലോകേ ഞാനൻ ഓട്ടം തികച്ച് സ്വർഗഗേഹേ വിരുദിനായി. പറന്നീടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധം. പറന്നീടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധം. ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ രാജനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ രാജനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി. തരുമോരോരും ബഹുമാനങ്ങൾ അണിഞ്ഞിടും സദാകാലമായി. തരുമോരോരും ബഹുമാനങ്ങൾ അണിഞ്ഞിടും
കാലമായി ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സ്തോത്രം. ഇപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിച്ചിട്ട് പിന്നീട് മാതാവിനെക്കുറിച്ച് അനുശോചനങ്ങളോ മറ്റ് സന്ദേശങ്ങൾ അറിയിക്കാനുള്ള സമയമാകുന്നു. സ്തോത്രം. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു.
ഒരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ എടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകെ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 1 തെസ്സലോനിക്കർ 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ലെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയ പ്രിയ അമ്മച്ചിയുടെ അന്ത്യ ശുശ്രൂഷയിൽ സംബന്ധിക്കാനുള്ള അവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 2007-2008 വർഷങ്ങളിൽ ഈ അമ്പലക്കരയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. അന്ന് മുതൽ ഈ ഭവനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. മൂഴിയിലെ ജോർച്ചായനും അമ്മച്ചിയും പ്രിയപ്പെട്ട പിതാവ് കടന്നുപോയി. തൻ്റെ അടക്കാരാന ശുശ്രൂഷയിലും സംബന്ധിക്കുവാനിടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയും തക്ക സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ദൈവം കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അമ്മച്ചി ആത്മീയത്തിൽ വളരെ ഉത്സാഹമുള്ള, ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ വാർദ്ധക്യത്തിലാണെങ്കിലും ദൈവസന്നിധി വരുന്നൊരവസരം ഉണ്ടായിരുന്നു. കടന്നു വരികയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വളരെ ഉത്സാഹത്തോടെ അമ്മച്ചി വളരെ ഉത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രത്യാശയോടെ ജീവിപ്പാനിടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ മരിക്കുന്നുണ്ട്. എങ്കിലും പ്രത്യാശയോടെ മരിക്കുന്നവർ ചുരുക്കം ചിലർ. നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഇന്ന് 10,000-കണക്കിന് മനുഷ്യർ ലോകം വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രത്യാശയോടെ ജീവിക്കുന്നവർ ചുരുക്കം. വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സൗന്ദര്യവും മനുഷ്യൻ്റെ എല്ലാവിധമായ പരിശ്രമങ്ങളും ഈ ഭൂമി കൊണ്ട് അസ്തമിക്കുമ്പോൾ പ്രത്യാശയുള്ള ഒരു ഭക്തൻ തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞ് വിശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട അമ്മച്ചി പ്രത്യാശയോടെ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പോയതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത ആയുസ് കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിൻ്റെ ശുശ്രൂഷകരെ മാനിപ്പാനും അവരെ സ്നേഹിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാനും പ്രിയപ്പെട്ട അമ്മച്ചിക്ക് കൊടുത്ത ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ കടന്നുപോക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെയും ദുഃഖമുണ്ട്. എങ്കിലും സ്വർഗത്തിന് സന്തോഷമാണ്. വലിയൊരു പ്രത്യാശ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ശവകുടീരത്തിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ആത്മാവ് പ്രിയനെ എതിരേൽക്കുവാൻ നക്ഷത്രഗോളങ്ങൾക്കപ്പുറം പുറപ്പെട്ടു പോയിരിക്കുന്നു. അതെ, പ്രിയനെ എതിരേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ, അന്ന് ഈ അമ്മച്ചിയെ കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ കുടുംബാംഗങ്ങൾക്കെല്ലാം ദൈവം കൃപ ചെയ്യട്ടെ.
ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്, ക്ഷണികമായ ആയുസ്, നശിച്ചു പോകുന്ന ഈ ലോകം ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ആത്മാവിന് വേണ്ടി കരുതുവാൻ സ്വർഗ്ഗം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെയും ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളതായിരിക്കുന്ന മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർ ഏവർക്കും ക്രിസ്തുവേശുവിലുള്ളതായിരിക്കുന്ന വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടതായിരിക്കുന്ന മാതാവിൻ്റെ മകൾ സിസ്റ്റർ ലീലാമയെ വിലങ്ങര ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ കൊച്ചുതുണ്ടിയിൽ കുടുംബത്തിൽ സാങ്കുട്ടിയുമായിട്ടാണ് വിവാഹം ചെയ്ത് ആയിരിക്കുന്നത്. അനുഗ്രഹീതമായ കുടുംബജീവിതം ആ പ്രിയപ്പെട്ടവർ നയിച്ചു പോരുന്നു. ഞങ്ങളുടെ സഭയുടെ ആരംഭകാല കുടുംബങ്ങളിലൊന്നാണ് കൊച്ചുതുണ്ടിയിൽ കുടുംബം. വളരെ മാന്യമായ നിലയിൽ മാതൃകാപരമായിട്ട് കർത്താവിനെ സേവിച്ച് മഹത്വപ്പെടുത്തിയും പോരുന്നു. ഈ പ്രിയപ്പെട്ട മാതാവിനെ ചില നാളുകൾക്ക് മുന്നമേ കാണുവാനും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവ അവസരങ്ങളെ നൽകുകയുണ്ടായി. എനിക്ക് മുന്നമേ ഇവിടെ ദൈവഭൃത്യനെ ഓർപ്പിച്ചതുപോലെ വളരെ പ്രത്യാശയോടുകൂടെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാത്തിരുന്നതായ ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. ദൈവം കൊടുത്ത തലമുറകളെ പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവ അവസരങ്ങളെ നൽകി അവരുടെ നന്മ കാണുവാനും അതനുഭവിപ്പാനും ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിപ്പാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകുകയുണ്ടായി. എല്ലാറ്റിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. ഈ പ്രിയപ്പെട്ട ദാസിക്ക് ദൈവം അനുവദിച്ചതായ 77 വയസ്സ്. ആമേൻ. ഈ ആയുസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസജ്ഞാനം സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മശക്തിയോടും ബലത്തോടും കൂടെ മാതൃകപരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം അവസരങ്ങളെ നൽകുകയുണ്ടായി. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിപ്പാനിടയായി. കഴിഞ്ഞ ദിവസത്തിൽ കർത്താവിൻ്റെ വിളിയുടെ ശബ്ദം കേട്ടു, ഇവിടേക്ക് കരയേറി വരിക എന്നുള്ള ആ ശബ്ദത്തിങ്കിൽ ഇത് ശരീരമാകുന്ന ഈ കൂടാരം അഥവാ ഈ കൂട് ഇവിടെ ഉപേക്ഷിച്ചു. ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമത്തിനായി കടന്നുപോയി കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കുന്നു, അഥവാ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുന്നു. കർത്തൃദാസൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇനിയും നാം ഈ മാതാവിനെ കാണാൻ പോകുന്നത് ഈ ഒരു ശരീരത്തിലല്ല. മൺമയമായ ശരീരം മാറി വിൺമയമായ തേജസ്സറ്റൊരു ശരീരം ലഭിക്കും. അതെന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ കാഹളധ്വനിയുടെ ശബ്ദത്തിങ്കൽ മൺമറഞ്ഞുപോയ സകല വിശുദ്ധന്മാരും പുനരുദ്ധാനം ചെയ്യുന്ന ദിവസത്തിൽ ഈ പ്രിയപ്പെട്ട മാതാവിനെയും തേജസ്സറ്റൊരു ശരീരത്തിൽ കാണാമെന്നുള്ള ക്രിസ്തീയ പ്രത്യാശ നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്നത് ഓർത്തുകൊണ്ടും ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് ഓർത്തുകൊണ്ടും കർത്താവിനെ നന്ദി കരയേറ്റുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സർവശക്തനായിരിക്കുക ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. വിലങ്ങര ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര സെൻറ്ററിൻ്റെയും എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രത്യാശയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സമയമൊരുക്കി തന്ന ദൈവഭൃത്യന്മാരോടും നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അയൽക്കാർ, സഭാവിശ്വാസികൾ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ വേർപാട് പെട്ടെന്ന് എല്ലാവർക്കും ദുഃഖമുണ്ടായി. കാരണം വളരെ ശാന്തമായ നിലവാരത്തിൽ ജീവിച്ച ഒരു മാതാവാണ്. വിശേഷിച്ച് ഞങ്ങൾ ബന്ധക്കാരാണ്, അയൽക്കാരാണ്. എപ്പം കണ്ടാലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാണുകയും സംസാരിക്കുകയും ചെയ്യും താഴ്മയോടെ, വിനയത്തോടെ. ഒരു പ്രത്യാശയുണ്ട്, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാൻ ഭാഗ്യം കൊടുത്തു. അവർക്ക് കൊടുത്ത മക്കളെ നന്മകൾ കാണുവാൻ
ദൈവം ഭാഗ്യം കൊടുത്തു, കൊച്ചുമക്കളെ കാണുവാൻ ഭാഗ്യം കൊടുത്തു. എന്നാൽ മരണം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ദുഃഖം ഉളവാക്കുന്നതാണെങ്കിലും ഇന്ന് കോവിഡ് കാലമായതുകൊണ്ട് ലക്ഷം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോൾ ഭീതിയിലാണ്, നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവ് വരാറായി. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ അല്ലെങ്കിൽ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൺമക്കളെയും പെൺമക്കളെയും അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യോബ് പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അമ്മച്ചി നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മളും ഒരേ ദിവസം ഇതേ ക്യൂവിലാണ്, മരണത്തിൻ്റെ ക്യൂവിൽ നമ്മളുമുണ്ട്. എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നില്ല, മരണത്തിൻ്റെ സമയം ആർക്കും നിശ്ചയമല്ല. എന്നാൽ നമ്മൾ ഇതുവഴിയായി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. പ്രിയ അമ്മച്ചി അല്പസമയത്തേക്ക് വിശ്രമത്തിനായിട്ട് കടന്നു പോയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ആമേ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേങ്ങളെടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ആമേ. എൻ്റെ പേരപ്പൻ ഷിമോണിച്ചായൻ അമേരിക്കയിലുണ്ട്. അവരുടെ മക്കളെല്ലാം ഈ വിവരങ്ങൾ അറിഞ്ഞു. അവരുടെയും ഞാൻ പ്രദാനം ചെയ്യുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ കണ്ണംകുളം സഭയുടെയും ആമേ കുണ്ടറ സെന്ററിൻ്റെയും അതുമാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലവിള കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രത്യാശ അറിയിക്കുന്നു. ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സമയം അനുവദിച്ച കർത്തൃദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷി പറയാനുള്ള ദൈവമക്കൾക്ക് സാക്ഷി പറയാനുള്ള സമയം അനുശോചനങ്ങൾ അറിയിക്കുന്നവർക്കും സമയമാകുന്നു. അറിയിക്കുന്നവർ ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങളുടെ അനുശോചനങ്ങൾ അറിയിക്കേണ്ടതാകുന്നു. സഭയോടൊപ്പം അയൽവാസികളോടൊപ്പം എനിക്കും ഇതിൽ പങ്കുചേരുവാൻ ദൈവം അനുവദിച്ച നല്ല സമയത്തിനാണ് ഞാൻ ഞങ്ങൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആ സമയം മുതൽ അമ്മച്ചിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിരുന്നു. അമ്മച്ചിയെ കൊണ്ട് ചെയ്യിച്ച എല്ലാ നല്ല പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളും ദൈവം ഭാരമേറ്റ് നടത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിക്കുന്നില്ല. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അമ്പലക്കര സഭയിലെ ഒരു അംഗത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട നമ്മളെ വിട്ട് കടന്നുപോയ മാതാവിനെക്കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായി വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവനെ ഇവിടെ കൊണ്ടുവന്നതിനാണ് അവിടുത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഒരു 8 മാസം കൊണ്ട് തമ്മിൽ കാണുന്നതിനോ വിശുദ്ധന്മാരുള്ള കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്നതിനോ കഴിവില്ലാതെ വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് അത്രത്തോളം ഒരു താല്പര്യമോ സന്തോഷമോ ഉണ്ടാകുവാനുള്ള സാഹചര്യമില്ല. കാരണം ദിവസേന ഇങ്ങനെ ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധത്തിൽ മരിക്കുന്നുവെന്നും പെട്ടെന്ന് വീണ് മരിക്കുക, നടന്നു പോകുന്ന സമയത്ത് വീണ് മരിക്കുക, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചെറുപ്രായം മുതൽ ഞങ്ങൾ ഉമ്മനൂരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രിയ മാതാവ് അണ്ടൂരിൽ നിന്നും സെൻട്രൽ സ്കൂളിനായിട്ട് അവിടെ എല്ലാ ബാച്ചും
അന്ന് അമ്പലക്കര സഭയില്ല, വിലങ്ങര സഭയില്ല, വാപ്പാല, ഇതെല്ലാം ചേർന്ന് ഒരു 300 കുട്ടികളും 10-40 അധ്യാപകരുമായിട്ട് ഇങ്ങനെ സഹകരിച്ച് സൺഡേ സ്കൂൾ വളരെ സന്തോഷത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ മാതാവ് വന്ന് സഹകരിക്കുകയും ഞങ്ങൾ ഒത്തൊരുമിച്ച് അവിടെ ജീവിച്ചതാണ്. അങ്ങനെ 40 വർഷക്കാലം ഉമ്മന്നൂർ സഭായത്തിൻ്റെ സൺഡേ സ്കൂളിലും സൺഡേ സ്കൂൾ ചുമതലയും അങ്ങനെ കഴിയുവാൻ ദൈവം ഇടയാക്കി. 1972 അമ്പലക്കര സഭായോഗവും സൺഡേ സ്കൂളും തുടങ്ങി. 79 വിശുദ്ധ ബഹുമാനപ്പെട്ട ഭാഷയുടെ എത്തിയത് ഞങ്ങൾക്ക് അമ്പലക്കര വേലക്കാരെ അയച്ചു തന്നു. അങ്ങനെ ഇന്ന് വരെ ഇപ്പോൾ 49 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 55 പേര് ഈ മാതാവോട് ചേർന്ന് ഈ ലോകത്തു നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ ആദ്യം ഞങ്ങൾ ഓലഷെഡിലാണ് തുടങ്ങിയതെങ്കിലും ദൈവം അത് പ്രാർത്ഥനയുടെ ഫലമായും വിശുദ്ധന്മാരുടെ പ്രയത്ന ഫലമായും നല്ല ഹോളും കെട്ടിടങ്ങളുമൊക്കെയും സ്ഥാപിക്കുന്നതിനിടയായി ഇനി അതിലിരിക്കാൻ ആൾ വളരെ കുറവാണെന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം പ്രായമായി ഞങ്ങളൊന്നും പോകുവാൻ കഴിയത്തില്ലെന്നാണ് നിയമം. എങ്കിലും അതെല്ലാം ദൈവം മാറ്റി തരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള 4 കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ്. അവർ 4 പേരും ദൈവത്തിൻ്റെ വചനം പഠിച്ച് നല്ല നിലയിൽ ദൈവം അവരെ ഉയർത്തി. ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അവരെയും ലോകപ്രകാരവും ആത്മീയമായി ഉയർത്തി. പ്രിയപ്പെട്ട പിതാവ് മരിച്ചിട്ടിപ്പോൾ 4 വർഷം കഴിഞ്ഞിരിക്കും. Praise the Lord. I want to thank God for Amachi's life. I have only had a few chances to be with her compared to my cousins, but I remember her always as having a smile, and she was very kind. She was very beautiful and very gentle woman, who was kind and caring whenever we visited her, especially when we come for vacation. God abundantly blessed her, even giving her the chance to see the birth of her great-grandchildren. She was a dutiful wife and a kind mother, and a kind grandmother. I'm extremely grateful that she was able to come to my wedding last year. We are all very sad that we were not able to see her one last time, but thankful that she did not suffer for too long. I believe she is now resting in heaven, free from pain and sorrow. So although we are sad to lose her, we know that God took her to be with Him at the right time. So once again, I thank God for the life of Amachi. Praise the Lord. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അഴിയാകുന്ന അടിയാനും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ദൈവത്തെ ഒന്ന് വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന അവരേറിയ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സാക്ഷി പറയേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എങ്കിലും അത് ഇതായിരുന്നു ദൈവത്തിൻ്റെ ഹിതമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ 2ാമത്തെ മകളാണ്. ഞങ്ങൾ 4 പേരെയും ഞങ്ങളുടെ മാതാവും പിതാവും അനുസരണത്തിലും ദൈവഭയത്തിലും വളർത്തി. അതുകൊണ്ട് ഇതുവരെയും ഞങ്ങൾ കുടുംബമായി ദൈവത്തിൽ ആശ്രയിച്ച് ഏത് കഷ്ടത്തിലും പ്രയാസത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ഇതുവരെയും സാധിച്ചു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ മാതാവ്. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഈ ലോകം വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും അധികം ഈ കഷ്ടതയുള്ള ലോകത്തിൽ അധികം കഷ്ടപ്പെടാതെ, ഈ നശ്വരമായ ലോകത്തിൽ അധികം പ്രയാസപ്പെടാതെ താൻ പ്രിയം വെച്ച രാജ്യത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി ശേഷിക്കുന്ന സമയം കാണിച്ചെന്ന് മാതാവും പിതാവും കാണിച്ചു തന്ന പാതയിൽ, നല്ല പാതയിൽ പിന്തുടർന്ന് അടിയങ്ങൾക്കും നിത്യരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ആ കൂടെ അമ്മച്ചി ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് പോകാൻ ലേറ്റാകുമ്പോഴാണ്. സാധാരണ ഒരു പ്രാർത്ഥനയും മുടക്കത്തില്ല. ഏത് ബൈബിൾ സ്റ്റഡി ആയാലും കാത്തിരിപ്പോടെ ആയാലും സഭായോഗമായാലും ഏറ്റവും മുന്നേ ഒരുങ്ങി സിറ്റൗട്ടി വന്നിങ്ങനെ ഇരിക്കും. ഇവിടെ പിള്ളേരോ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലുമൊക്കെ 1-2 മിനിറ്റ് ലേറ്റാവുകയാണെങ്കിലോ ഉടനെ ഞങ്ങളോട് ദേഷ്യപ്പെടും. അല്ലാതെ
ഇതേവരെ ഒന്നിനും ദേഷ്യപ്പെടത്തില്ല, ഒരു പരിഭവമില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രസന്നമായ ഒരു ജീവിതമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10-21 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെയും എൻ്റെ ഭാര്യയോടുകൂടെ ഒരു നിസ്സാര കാര്യത്തിന് പോലും ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു മുഖംകർ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അമ്മച്ചിയുടെ. ഇത്രത്തോളം ദൈവം അമ്മച്ചിയെ നടത്തി. അമ്മച്ചിയെ പറ്റി പറയുവാണെങ്കിൽ ഫെയ്ത്ത് നമുക്ക് കൂട്ടങ്ങൾക്ക് പോവുക, കൺവെൻഷന് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താല്പര്യമായിരുന്നു. പല പ്രാവശ്യം മദ്രാസ് കൺവെൻഷന് പോയിട്ടുണ്ട്, ബാംഗ്ലൂർ കൺവെൻഷന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കൺവെൻഷനുകളും, നാഗർകോവിൽ, കട്ടപ്പന, അങ്ങനെ പോകാത്ത കൺവെൻഷനുകളൊന്നുമില്ല. ഇവിടെ അപ്പച്ചനും അതുപോലെ ആയിരുന്നു. അവരൊരുമിച്ച് എല്ലായിടത്തും കൺവെൻഷന് പോവുക, വേലക്കാരെ സ്നേഹിക്കുക. അങ്ങനെ ഇത്രത്തോളം ദൈവവേലയ്ക്ക് വേണ്ടിയും ദൈവ കൂട്ടായ്മകളിലും വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ പങ്കെടുത്ത് ആ രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അപ്പച്ചന് ഇത്തിരി കർക്കശ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും കുസൃതിയെ കാണിക്കുമ്പോൾ അപ്പച്ചൻ ഒരടി അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അടിക്ക് അമ്മച്ചി കയറി ഇടയ്ക്ക് നിൽക്കും. അങ്ങനെ പലപ്പോഴും അമ്മച്ചിക്ക് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട അടി പലപ്പോഴും അമ്മച്ചിക്ക് കിട്ടാണ്ട് എനിക്ക് ഓർമ്മയിൽപ്പോൾ ഞാൻ ഓർക്കുകയാകുന്നു. അത്രത്തോളം ഞാൻ മക്കളെ എല്ലാവരെയും സ്നേഹിച്ച്, മക്കളെ എല്ലാവരെയും ഈ ദൈവിക പാതയിൽ എല്ലാവരും ഞങ്ങൾ 4 പേരും ഇതേ വിശ്വാസത്തിൽ ഞങ്ങൾ വളർന്നു വന്നു. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ഭൗമികമായും ആത്മീകമായും ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. അതേ അമ്മച്ചിയും അപ്പച്ചനും ഞങ്ങൾക്ക് കാണിച്ചു തന്നതായ പാത പിൻപറ്റി ഞങ്ങൾ മുന്നോട്ട് പോകണം. ഭൗമികമായി ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചി ഇത്ര പെട്ടെന്ന് കടന്നു പോയത് ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖമാണ്, ഞങ്ങൾക്ക് ഷോക്കാണെങ്കിൽ തന്നെയും തീർച്ചയായും അങ്ങക്കരെ നാട്ടിലെ ആ മറുതീരത്ത്, ആ മനോഹരമായ തീരത്ത് ഞങ്ങൾക്കെല്ലാം ചെന്നൊത്തുചേർന്ന് അവിടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഇത്രത്തോളം ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചു. ദൈവം അടിയുന്ന ഈ ചെറിയ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെറിയ സാക്ഷ്യം തരുന്നുള്ളൂ. ദൈവനാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മച്ചിയുടെ ഒരുപാടനുമച്ച് കാലം ഇവിടെ ആയിരിക്കാൻ ദൈവയുടെയൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ സഹായിച്ചു. കാലം ചില വാക്ക് അമ്മച്ചിയോടനുബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 21 വർഷക്കാലം അടിയനെ വളർത്തി ഇഷ്ടത്തിൽ കൂടിയൊക്കെ കടന്നുവെങ്കിലും ദൈവം ജോലസമായി ഞങ്ങളെ വളർത്തി. അതിനുശേഷം വിവാഹം കഴിച്ചു. 37 വർഷമായി ഇന്ന് കാലം ഇതുവരെയും ഞങ്ങളെ നടത്തി. എന്നാൽ പലപ്പോഴും ഭവനത്തിൽ കടന്നു വരും. എന്നാൽ ഒരു ദിവസം പോലും ഭവനത്തിൽ നിൽക്കുകയില്ല, കിടക്കുകയില്ല. അന്നേരം അങ്ങ് കടന്നു പോകും. ഞാൻ വഴക്ക് പറഞ്ഞും ഒരു ദിവസം പോലും ഇവിടെ കിടക്കത്തില്ലെന്നു ഞാൻ പലപ്പോഴും ചിരിച്ചുകൊണ്ട് പറയും, മുണ്ടുടഞ്ഞു പോകും, ഇരിക്കരുതെന്ന് അങ്ങനെ കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാൽ കഴിഞ്ഞ 2-3 മെയ് മാസത്തിൽ ഡെൻസിമോൾ ഡൽഹിയിൽ നിന്നും ക്വാറന്റൈൻ കഴിയേണ്ടി വന്നപ്പോൾ അമ്മച്ചി അടിയന ഭവനത്തിൽ 10-15 ദിവസമായിരിക്കാൻ ഇടയാക്കി. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹവും വിശ്വാസമായിരുന്ന സമയത്തൊക്കെയും പഴയ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ എനിക്ക് മതി അമ്മച്ചി എന്നൊക്കെ പറയും. എന്നാലും പിന്നെ രാത്രി അമ്മച്ചിയോടായിരുന്നു ഞാൻ കിടന്നിരുന്നത്. എന്നാൽ എപ്പോഴും യേശുവേ യേശുവേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയല്ലാതെ വായിൽ നിന്നും വേറെ ഒന്നും വരുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രാർത്ഥനയല്ലാതെ അമ്മച്ചിയുടെ ജീവിതത്തിലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ശാരീരികമായ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കടന്നുപോയി. കഴിഞ്ഞ ശനിയാഴ്ച ANS ഓഫീസിൽ കടന്നുപോയെങ്കിലും അവിടെ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും വേദന സഹിച്ചു. ഞങ്ങളോടൊന്നും പുറത്ത് പറഞ്ഞില്ല. അതിനുശേഷം ആഹാരം കഴിക്കാതായപ്പോൾ ഞാൻ 2 ദിവസം ആഹാരം കൊണ്ടുവന്ന് ഒരു 2 വയസ്സ് കുഞ്ഞിന് വാരി കൊടുക്കുന്നത് പോലെ അല്പം വാരി കൊടുക്കുന്ന അവസ്ഥ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യമായി കണ്ടു. അങ്ങനെ 2 ദിവസം അങ്ങനെ കഴിച്ചു. അതിനുശേഷം വീണ്ടും സ്ഥിതി വഷളായപ്പോൾ കൊട്ടിയത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവിനനുസരിച്ച് ചേർക്കപ്പെടുകയിടയാക്കി. മക്കളെയും കൊച്ചുമക്കളെയും അതിന് മക്കളെയും കാണാനുള്ള അവസരം ഭാഗ്യം എൻ്റെ അമ്മച്ചിക്ക് ലഭിച്ചു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും അങ്ങ് ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളെ ആയിരിക്കുന്നു. തുടർന്നും അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും പാതയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഒരുക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ദൈവനാം നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രിയ അമ്മച്ചിയുടെ വിയോഗത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഈ സംസ്കാര ചടങ്ങുകളിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രിയ അമ്മച്ചി ഞങ്ങളെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ഭൗമികമായും ആത്മീകമായും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു.
പലപ്പോഴും പെയ്ത്തുമ്പിലൊക്കെ പോകാൻ ഞങ്ങൾ മടി കാണിക്കുന്ന സമയത്ത് അമ്മച്ചി ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് കൊണ്ടിരുന്നു. എപ്പോഴും അമ്മച്ചി നേരത്തെ കുളിച്ച് റെഡിയായി സിറ്റ് ഔട്ടിലിരിക്കും. എന്നിട്ട് ഞങ്ങളോട് പറയും ഞങ്ങളെല്ലാം റെഡിയായി വരാനെ കൊണ്ട്. അതുപോലെ കൺവെൻഷനുകൾ എവിടെയൊക്കെ ഉണ്ടായാലും തക്ക സമയത്ത് ഏറ്റവും മുന്നേ അമ്മച്ചി ആയിരിക്കും പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. എല്ലാ കൺവെൻഷനുകൾക്ക് പോകണമെന്ന് വയ്യായെങ്കിലും അവസാന സമയങ്ങൾക്ക് കാഴ്ചയിലൊക്കെ അല്പം കുറവുണ്ടായിരുന്നെങ്കിലും തപ്പി പിടിച്ചെങ്കിലും അമ്മച്ചി പോകും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. ധാർമ്മികമായി ഞങ്ങൾക്കും അത് അനുഗ്രഹമായി തീർന്നിരുന്നു. അതുപോലെ അവസാന നിമിഷം അമ്മച്ചി പറയുമായിരുന്നു, അധികം കഷ്ടപ്പെടുത്താതെ എനിക്ക് പോകണം, അങ്ങനെയാണ് മോനെ എനിക്ക് ആഗ്രഹം. ദൈവം അമ്മച്ചിയുടെ പ്രാർത്ഥന കിട്ടും. ഭൗമികമായി എവിടെയെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ആത്മീയമായി എവിടെയെങ്കിലും സന്തോഷിക്കും. നമ്മൾ തക്ക സമയത്ത് ദൈവം ചേർത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവസാന നിമിഷങ്ങളിലെല്ലാം അടിയങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ഒരു 15 ദിവസം വീതം വന്ന് താമസിക്കാൻ അമ്മച്ചിക്ക് കൃപ വന്നു. അതും അടിയങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി എന്ന കാലം അടിയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥന ചോദിച്ചോളുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയോടി ലോകം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നേ. പ്രത്യാശയോടി ലോകം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നേ. എന്നു നിമേകെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലമോടണം ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അമ്മച്ചിയുടെ ഇളയ മരുമകളാണ്. കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന പിന്നെ ഞാനും അമ്മച്ചിയും ഒരു അമ്മയമ്മയും മരുമകളല്ല, ഒരു അമ്മയും മോളെ പോലെയായിരുന്നു. അമ്മയെപ്പോലെയുള്ളൊരു സ്നേഹം. പല കാര്യങ്ങൾ എനിക്കറിയത്തില്ലെങ്കിലും അതൊക്കെ പറഞ്ഞു തന്ന് പല കാര്യങ്ങളും എനിക്ക് അമ്മച്ചിയിൽ നിന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഈ പാടിയ പാട്ട് കഴിഞ്ഞ ദിവസങ്ങൾ കൊട്ടാരക്കര ആശുപത്രിയിൽ അമ്മച്ചിയുടെ കൂടെ 5 ദിവസം അമ്മച്ചിയെ ശുശ്രൂഷിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അമ്മച്ചി മരിക്കുന്നതിൻ്റെ തലേദിവസം എന്നും ഞങ്ങൾ രാവിലെയും രാത്രിയിലും പാട്ടുപാടി പ്രാർത്ഥിച്ച ആണ് കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും. വയ്യെങ്കിലും പാട്ടുപാടും. അവസാന സമയങ്ങൾ അമ്മച്ചിക്ക് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഈ പാട്ടാണ് ഞാൻ അമ്മച്ചിയോട് അടുത്തിരുന്ന് അമ്മച്ചിയുടെ പുറത്ത് കെട്ടിപ്പിടിച്ച് അമ്മച്ചിയുടെ കൈ ഞാൻ എൻ്റെ കയ്യിലോട്ട് വെച്ച് ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടി സന്തോഷിച്ചു. അമ്മച്ചിക്ക് പാടാൻ വയ്യെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പാടി തരുമായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി വയ്യെങ്കിൽ പാടണ്ട അമ്മച്ചി. ഇല്ല സാരമില്ലെന്ന് പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ എനിക്കാണ് കൊട്ടാരക്കര എല്ലാ കാര്യത്തിനും പോകേണ്ടതും. എപ്പോഴേലും താമസിച്ച് കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും, നിനക്കൊന്ന് ഫോൺ ചെയ്തുകൂടെ, ഇത്ര എന്തിനാ താമസിച്ച്. അതുപോലെ നോക്കി സിറ്റ് ഔട്ട് ഇരുന്ന് നോക്കി നിൽക്കും. മോനോടും പറയും, നീ വന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക അവളെവിടെയാണ്. അതുപോലെ കെയറിങ് ആയിരുന്നു. ഒരു മോളെ കയറിയുന്ന പോലെ, സ്വന്തം അമ്മ കയറിയുന്ന പോലെ ആയിരുന്നു എന്നോട്. അമ്മച്ചി കാണിച്ച ആ മാതൃക പ്രകാരം അതേ പാതയിൽ പോകാൻ അക്കരെ നാട്ടിൽ അമ്മച്ചി ചെന്ന് കാണുവാൻ ദൈവം സഹായിക്കണോ. ചെറിയ സാക്ഷ്യം പറഞ്ഞിരുന്നോളൂ. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് എനിക്ക് ഇടയാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ മൂത്ത മകളെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഏകദേശം 37 വർഷത്തോളമായി ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഒരു മാതാവിനെ പോലെ എന്നെ സ്നേഹിക്കുകയും എന്നോട് കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. വളരെ അനുഗ്രഹമായിരുന്നു. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു മാതാവിൻ്റെ എല്ലാവിധ സ്നേഹവും ലഭിച്ച് മടങ്ങിപ്പോകുവാൻ അവസരങ്ങളിലൊക്കെ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരുന്നു. പലപ്പോഴും കടന്നു വരുവാനും കാണുവാനും ഒക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്.
ഈ ശാരീരികമായി വലിയ പ്രയാസങ്ങളൊന്നും മുൻപ് ഇല്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ അമ്മച്ചിയുടെ മക്കളുടെ വീട്ടിലൊക്കെ പോയി ചില ആഴ്ചകൾ താമസിക്കാനുള്ളതായ അവസരം ദൈവം കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെയും ഭവനത്തിൽ കടന്നു വന്ന് 2 ആഴ്ചയിൽ കൂടുതൽ താമസിച്ചു. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പാടുകയും ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കിരിക്കുകയും ഒക്കെ ചെയ്യുന്നതായ അനുഭവം വളരെ സന്തോഷമായിരുന്നു. എന്നാൽ അല്പ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഈ സന്ദർഭങ്ങളിലുണ്ടായെങ്കിലും കർത്താവ് കഷ്ടപ്പെടുവാനിടയാകാതെ കർത്താവിൻ്റെ സമയത്ത് വിളിച്ച് വേർതിരിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു 77 വർഷം ഭൂമിയിൽ ജീവിക്കാനുള്ളതായ അവസരം കർത്താവ് കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനും അവരുടെ സ്നേഹവും അവരുടെ നന്മകളൊക്കെ അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കി. അത് വലിയ ഭാഗ്യമാണ്. എന്നാൽ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു. മാനുഷികമായ നിലയിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലുപരിയായിട്ട് ഒരു വലിയ സന്തോഷം കർത്താവ് തന്നിട്ടുണ്ട്, ഒരു പ്രത്യാശ തന്നിട്ടുള്ളത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴേ ഈ പ്രിയ മാതാവിനെ കാണാമെന്നുള്ളതായ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ ദുഃഖം സാരമില്ല, കഷ്ടമില്ലാത്ത ദുഃഖമില്ലാത്ത നാട്ടിൽ ചെന്ന് കാണാമെന്നുള്ളതായ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങളായിരിക്കുന്നു. പ്രിയ മാതാവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റി വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമക്കളൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. I praise and thank my God that has given me this blessed opportunity to stand in His presence and testify. I am the youngest grandson of Amachi. My Amachi was always a positive and impeccable person throughout her life. Even before this pandemic started, she had partially lost her eyesight, and we all used to say that you do not need to come to the conventions and all. But she used to deny it and tell, as long as God has given me the strength, I will come till the day I die. Even when a mom used to go outside and I used to study upstairs, and she used to call me and tell, where is mom? Call right now and ask, where is she? I used to tell her, don't worry, she will come when time comes. So no, you have to call her right now and ask. She used to worry about all of us. And she used to come and she used to tell me to sit here with me. And she used to tell me the stories about her past, how their parents lived, how she lived, and all the quotes she used to tell me. Even when I used to go to school, I used to ask my mom for money. Sometimes she used to refuse to me as I used to spend so much money. But with her mom seeing, she calls me closer to her and she gives me money and tells me, don't tell to mom. And whenever my mom or dad they scold me when I do some mistakes, after 1 or 2 scoldings, she will come in between and she will stop it and tell, it's okay, he'll not repeat this next time again. In short, what I learned was, even though we are sad, but God gave peace to Amachi. Before her last words to me when I went to see her were that I don't want to suffer like this. Before that, God should take me. So God has given her peace as she entered into glory. By saying these words, I would like to conclude my testimony. Praise the Lord. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ എൻ്റെ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുവാനും ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 77 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാനും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരുടെ നന്മകൾ അനുഭവിപ്പാനും ഒക്കെ പ്രിയ സഹോദരിക്ക് ദൈവം സഹായിച്ചു. ഞങ്ങൾ 5 സഹോദരങ്ങളായിരുന്നു.
മൂത്ത സഹോദരൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പോയി തൻ്റെ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഇത് രണ്ടാമത്തെ സഹോദരിയാണ്. അവർ സമയമായപ്പോൾ കർത്താവ് അവരെ വിളിച്ച് വേർതിരിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ കഷ്ടപ്പെടുന്നതിനൊന്നും ഇടവരാതെ വേണ്ടതായ നല്ല ശുശ്രൂഷ മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും ഒക്കെയും ലഭിക്കുകയും സന്തോഷത്തോടെ തൻ്റെ അവകാശത്തിലേക്ക് കടന്നു പോകാനും ദൈവം സഹായിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ച ശ്രേഷ്ഠമായ പെന്തിക്കോസ് അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിച്ചു. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഈ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മൂത്ത സഹോദരൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പോയി. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു. എന്നാലും ചിലർ പറഞ്ഞു ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോയ സഹോദരൻ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. മാതാവ് പറഞ്ഞു വേണ്ട, പോയ തൻ്റെ ശുശ്രൂഷയ്ക്ക് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഭൗതികമായി ഒന്നും ചെയ്തില്ല എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ എല്ലാം അധികമായി അനുഗ്രഹിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പോയി ജോലി ചെയ്ത് അവരൊക്കെയും സന്തോഷമായി ജീവിക്കുവാനുമൊക്കെയും കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കരുണ യഹോവയെ അന്വേഷിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അതൊക്കെയും കാണുവാനും അനുഭവിപ്പാനും എനിക്കും സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയും അളയനൊക്കെയും അവർ ജോസ് പറഞ്ഞതുപോലെ കൺവെൻഷനും കൂട്ടായ്മയ്ക്കും വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിനുമൊക്കെയും വളരെ തീവ്രതയോടെ അവരുടെ കാലങ്ങൾ കഴിച്ചുകൂട്ടി. ജോസും തക്ക സമയത്ത് കടന്നു വരുവാനും മാതാവിനെ ശുശ്രൂഷിപ്പാനും ഒക്കെയും ഭാഗ്യം നിൻ്റെ മകനും ലഭിച്ചു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താൻ കാണിച്ച നല്ല മാതൃകകളെ പിന്തുടരുവാൻ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെയും കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളും പല ദേശത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്നു. അവർക്ക് കടന്നു വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും നടക്കില്ലല്ലോ. അമേരിക്കയുടെ പ്രദേശത്തായിരിക്കുന്ന ഡേവിഡ് ആൻസി കുടുംബമായിട്ട് അവരും കുവൈറ്റിലായിരിക്കുന്ന ജെയിംസും ജോമോളും അബുദാബിയിലായിരിക്കുന്ന ജെഫ്രിയും ഡേയ്സിയും അവരെല്ലാം പ്രത്യേകമായ ദുഃഖവും അനുശോചനവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ യുകെയുടെ പ്രദേശത്തായിരിക്കുന്ന സുസമ്യം കുടുംബത്തെയും ദൈവം തൻ്റെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കട്ടെ. ഇങ്ങനെ വിശുദ്ധന്മാരാൽ നല്ലൊരു അടക്കാരാധന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം എൻ്റെ മകൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ. അടിയാനെയും സമർപ്പിക്കുന്നു. നല്ലൊരു അവസരത്തിനായി ഞാനും ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. Praise the Lord. I thank and praise my God that He has given me this opportunity to testify about my Ammachi. It's been about 4 months since I've come home, and I'm truly grateful for my Lord that He has enabled me to spend time with my Ammachi and my family. And the time that I spent with her brought me immense joy, and I was able to form a special bond with her, and the stories she used to tell me about her life brought a strength to my spiritual life as well. As the others said, she was a person, she used to be a person who used to attend every church meetings possible, be it all the Bible studies, fasting prayers, tarrying meetings. She never used to miss any one of them. She was very much persistent in attending all the conventions in and out of state as well. Even though due to the limitations of her old age, she was growing weak, but still we used to ask her not to come. We used to ask her to remain at home and rest and pray. But she used to reply us saying, as long as I have strength in my legs and I can walk,
I will attend all the meetings, because I know that I will have to give account to my God one day. And every time when I used to hear that, I was always astonished because of her zealousness towards her God. And I remember during our family prayers, she often used to ask me to sing a Hindi song, and also she didn't understand the language, but she was very much pleased to hear me sing, and together we were able to worship our God. And also in the last days, the day before she passed away, God gave me another chance to meet her for the very last time. I'm truly grateful for that. And we were able to hold hands and converse with each other. I know she's in a better place today, and we are all at very great sorrow. But I want all of us to hold on to that faith that we'll meet her on the other shore. And also I pray to God that He gives me good grace and mercy to be able to maintain a good life and spiritual life as well, to be seen on that day. Praise the Lord. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കൊച്ചമ്മയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല എങ്കിൽ നന്ദികേടായി തീരും. ഞാനിവിടെ വന്നിട്ട് 43 വർഷം കഴിഞ്ഞു. അന്നൊട്ട് ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ദിവസം പോലും പിണങ്ങിയിരിക്കാതെ തമ്മിൽ സംസാരിച്ചു ഭാരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഞങ്ങൾ ജീവിച്ചവരാണ്. എവിടെ പോയാലും തലേന്ന് എന്നോട് പറയും, നീ ഒരുങ്ങിയിരിക്കണം, നമുക്ക് എന്നടുത്ത് പോകണം, കൺവെൻഷന് പോകണം, ആസ്യവത്തിന് പോകണം. എവിടെ കൺവെൻഷന് പോയാലും ഞങ്ങൾ രണ്ടും ഇങ്ങനെ പോവും. കൊച്ചുമേനെ കൂടെ തലേന്നേ പറയും ഒരുങ്ങിയിരിക്കണം. ഞങ്ങളങ്ങനെ എല്ലായിടവും കൺവെൻഷനായാലും ആസ്യവത്തിനായാലും ഞാൻ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം പോലെ ഞങ്ങൾ വഴക്കൂടിയോ പിണങ്ങിയോ ഇരിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അടുത്തടുത്ത് താമസിക്കുന്നതുകൊണ്ട് എപ്പോഴും വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കൊച്ചമ്മ അങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങളങ്ങനെ സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. കൊച്ചമ്മയെക്കാളും ഒരുപാട് ഇളയതാണ് അനിയൻ. എന്നാലും കൊച്ചമ്മ പേര് വിളിക്കത്തില്ല. എന്നോട് ചോദിക്കുമ്പോൾ ആദ്യാരം ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിലാണ് കൊച്ചമ്മ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവസാന സമയത്ത് ജോസ് കടന്നു വരുവാനും എല്ലാം ഒരാഴ്ച കൊണ്ട് അവന് ശുശ്രൂഷിപ്പാനും എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാ ശുശ്രൂഷകളും അനുഭവിപ്പാനുള്ള ഭാഗ്യം കൊച്ചമ്മയ്ക്ക് ലഭിച്ചു. അന്നേരം ഞാൻ പറയുകയും ചെയ്തു, ഈ ഭാഗ്യം എനിക്ക് കിട്ടുമായിരിക്കുമെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ള രീതിയിലായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിപ്പാൻ ദൈവമോടൊന്ന് ഭാഗ്യം കൊടുത്തു. എൻ്റെയും നല്ലൊരവസാനം പ്രാപിപ്പാൻ ഇവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയിൽ നിന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ വിശുദ്ധന്മാർക്കും ദൈവമക്കൾക്കും നാട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മാതാവിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ദൈവം എനിക്കും ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ എന്നേക്കാൾ 3-4 വയസ്സിന് മൂത്തതാണെങ്കിലും എന്നെ ഇതുവരെയും പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നോട് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു മാതാവായിരുന്നു, എൻ്റെ ജ്യേഷ്ഠത്തിയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവസാന കാൾ വരുമ്പോഴേക്കും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എവിടെ കൺവെൻഷൻ പോകുന്നതിനും മാസയോഗവും ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പൂട്ടം, സഭായോഗം, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജോസ് പറഞ്ഞ പോലെ മദ്രാസിൽ, ബാംഗ്ലൂർ, നാഗർകോവിൽ പല സ്ഥലങ്ങളിൽ പോയി കൺവെൻഷനൊക്കെ പോയി സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആത്മീയകാര്യങ്ങളിൽ ഏറ്റവും മുൻമേറിയ അനുഭവത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു മാതാവായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവസാന നാളുകളിൽ അല്പ ശാരീരികമായ ക്ലേശങ്ങളുണ്ടായിരുന്നുവെങ്കിലും ദൈവം അതെല്ലാം അതിൽ നിന്നെല്ലാം വിടിയിച്ച്
കഷ്ടങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത നിത്യരാജ്യത്തിലേക്ക് ദൈവം തക്ക സമയത്ത് ചേർത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാൻ ദൈവം സഹായിച്ചു, അതിന് ഭാഗ്യം കൊടുത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സ്വന്തം മാതാവിനെ അത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗ്യം സാധാരണ ആർക്കും കിട്ടുന്നതല്ല. എങ്കിലും എത്രയോ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ മക്കൾ അവരെ ശുശ്രൂഷിക്കാനോ നോക്കാനോ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ പ്രിയ 4 മക്കളും അവരുടെ മരുമക്കളും എല്ലാം അവരെ നല്ല രീതിയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്ക് നല്ലൊരു അവകാശം പ്രാപിപ്പാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അടിയനും ശാരീരികമായ ക്ലേശത്തിലൊക്കെ ഉണ്ട്, കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ കുറവാണ്. എങ്കിലും അതൊന്നും സാരമാക്കുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയന് വെച്ചിരിക്കുന്ന നല്ലൊരു അവകാശത്തിന് വേണ്ടി ഞാനും ഓടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പറയുന്ന സാഹചര്യമല്ലല്ലോ. അതിനാൽ അടിയൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എളിയ സാക്ഷി തീർന്നു. സ്തോത്രം. കണ്ണീർ തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധരോടെന്നുമേ. കണ്ണീർ തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധരോടെന്നുമേ. നിത്യയുഗങ്ങളായി പുത്തൻ പുരമതിൽ ആശ്ചര്യവാഴ്ചയവർണ്യമേ. ആശ്ചര്യവാഴ്ചയവർണ്യമേ. വേഗത്തിൽ വന്നിടും എൻ പ്രാണനായകൻ, ഓയൻ അല്ലൽ തീർത്താമോദം നൽകിടാൻ. ഓയൻ അല്ലൽ തീർത്താമോദം നൽകിടാൻ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഈ നല്ല അവസരത്തിൽ പ്രിയമ്മച്ചയെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാനും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാനിവിടെ വന്ന സമയം മുതൽ പ്രിയമ്മച്ചയെ കാണുന്നതായ പ്രത്യേകമായൊരു സ്വഭാവ ഗുണമെന്ന് പറയുന്നത്, ഒരു പ്രാർത്ഥന പോലും അമ്മച്ചി മുടക്കാറില്ല. തൻ്റെ പ്രായത്തെ അമ്മച്ചി നോക്കാതെ ഉപവാസ പ്രാർത്ഥനയെന്നോ കാത്തിരിപ്പൊട്ടുന്ന എല്ലാ മീറ്റിങ്ങുകളും മുടങ്ങാതെ പ്രിയമാതാവ് വന്ന് സംബന്ധിക്കുകയും പ്രത്യേക കണ്ണുനീരൊഴുക്കി പ്രാർത്ഥന അനുഭവം പ്രിയ അമ്മച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോസ് ബ്രദർ അതിലെ ബാബുദരെല്ലാം അമ്മയുടെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം പ്രചോദനം ചെയ്യുകയും അവർക്ക് സഹായമായിരിക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച പലപ്പോഴും എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. പ്രിയ മാതാവ് തൻ്റെ മക്കളെയും ആ ദൈവഭക്തിയിൽ വളർത്തുവാൻ പ്രിയ അമ്മച്ചിക്ക് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ജോസഫ് ബ്രദർ തൻ്റെ അമ്മയുടെ ഒരു അനുഭവം പറയുകയുണ്ടായി. ചില ദിവസങ്ങൾ മാത്രമേ അമ്മച്ചി ശാരീരികമായി വളരെ ബലഹീനപ്പെട്ടുള്ളൂ. എന്നാൽ അമ്മ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, എനിക്ക് സുഖമാകുമ്പോൾ നമ്മുടെ അമ്പലക്കര ചർച്ചിൻ്റെ പണി നടക്കുകയാണല്ലോ, അതൊന്നും എന്നെ കാറിൽ കയറ്റി എന്നെ കൊണ്ടുപോയി കാണിക്കണമെന്ന് അമ്മച്ചി പറയുകയുണ്ടായി. അതിന് കഴിഞ്ഞില്ല. അതിന് മുമ്പ് അമ്മച്ചിയുടെ നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. എന്നെ അത് വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി. ഇത്രയും പ്രായമായിട്ടും അതേ ആലയത്തെക്കുറിച്ചും അതിൻ്റെ പണിയെക്കുറിച്ചുള്ളൊരു ആഗ്രഹവും ആഞ്ചയും പ്രിയ മാതാവിൻ്റെ ഹൃദയത്തിനുള്ളിലുണ്ടായിരുന്നു. വിശുദ്ധന്മാരെയും വേലയെ സ്നേഹിക്കുന്നതിൻ്റെ നല്ലൊരു ഉത്തമ ഉദാഹരണം തന്നെയാണത്. അമ്മച്ചി അതുകൊണ്ടാണല്ലോ തൻ്റെ മകനോട് പറഞ്ഞ് എനിക്ക് ഹാളിൻ്റെ പണി എത്രത്തോളം എന്നൊന്ന് പോയി കാണണം. ഇത്രയും ആധിക്യമായി സൗഖ്യമില്ലാതിരിക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിൽ ആലയം പണിയെക്കുറിച്ചുള്ള വലിയൊരു ദാഹവും വാഞ്ചയും ഉണ്ടായിരുന്നു. അതേ വാസ്തവമായി അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ നിത്യഭവനത്തിൻ്റെ പണി അമ്മയുടെ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ദൈവം അതിനു മുമ്പേ തന്നെ ആ നിത്യരാജ്യത്തിലേക്ക് അമ്മച്ചിയെ ചേർത്തുകൊണ്ടത്. പ്രിയ അമ്മച്ചിയെ കാട്ടിത്തന്നായ നല്ല മാതൃ പിൻപറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കാണും വേഗം ഞാൻ കാണുമേ പ്രത്യാശയിൻ പതി ചേരും ഞാൻ തന്നോടു കൂടി വാഴും സതതം തൻ സന്നിധം ഇപ്പോൾ നാം
ശരീരത്തിൽ പ്രിയരേ അല്പദുഃഖം വരും എന്നാലും അപ്പോൾ നാം മഹത്വത്തിൽ വീണ്ടും കാണും നിശ്ചയം. പിരിയട്ടെ ഭവിക്കട്ടെ ഭാവുകം കാണും വേഗം പ്രിയനേ ഞാൻ കാണുമേ പ്രത്യാശയിൻ പതി ചേരും ഞാൻ തന്നോട് കൂടെ വാഴും ഞാൻ സദരം തൻ സന്നിധം. ഉയർപ്പിൻ പ്രഭാതത്തിൽ പ്രിയൻ വരും നേരത്തിൽ വരും ഞാനും മറുരൂപ ദേഹം പ്രാപിപ്പാൻ. ധ്വനിക്കും പ്രമുഖന ദൂതശബ്ദം ദേവനിൻ കാഹളവും ഗംഭീരമാം നാദവും കാണും വേഗം പ്രിയനേ ഞാൻ കാണുമേൻ പ്രത്യാശയിൻ പതി ചേരും ഞാൻ തന്നോട് കൂടെ വാഴും ഞാൻ സദതം തൻ സന്നിധം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സമയം ദൈവം നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ധാരാളം ശുശ്രൂഷകരും അതുപോലെ തന്നെ അനുഭവമുള്ളായ മദർമാർ പാസ്റ്റേഴ്സൊക്കെയും ഈ കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷയിലും അതുപോലെ വിശ്വാസികളായ ദൈവമക്കൾ അനുഭവമുള്ളവരും പഴയ തലമുറകളൊക്കെ കർത്താവിനെ പിൻഗമിച്ചവരും ദൈവഭക്തിയോട് ജീവിച്ച ദൈവമക്കളൊക്കെ പെട്ടെന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാറ്റപ്പെടുന്നത് എവിടെയാണെന്ന് ഓരോ വ്യക്തികൾക്കും ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. ഈ പ്രിയപ്പെട്ട മാതാവ് കടന്നുപോയി എവിടെ ചെന്നു അല്ലെങ്കിൽ എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു നിശ്ചയം നമുക്കും ഉണ്ടായിരിക്കണം. അതുപോലെ ജീവിക്കുന്ന ഈ മക്കൾക്ക് അതുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ വിശ്രാമ സ്ഥലം ഏതാണ്? സ്വർഗം എനിക്ക് സിംഹാസനവും സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ വിശ്രാമ സ്ഥലം ഏത്? നമുക്ക് ഒരു വിശ്രാമ സ്ഥലം ദൈവം ഒരുക്കുന്നുണ്ട്. ഭൂമിയിൽ നമുക്ക് ഒരു വിശ്രാമം സ്ഥലമെന്ന് പറയാൻ കഴിയുന്നില്ല. ഭൂമിയിൽ എത്രമാത്രം വലിയ ഭവനങ്ങൾ ഉണ്ടാക്കിയാലും അതൊരു വിശ്രാമ അനുഭവം ഇത് പറയാൻ കഴിയുന്നില്ല. താൽക്കാലിക വിശ്രാമം എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഒരു നിത്യമായിട്ടുള്ള ഒരു വിശ്രാമം സ്ഥലം ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അതിൽ ചെന്ന് ചേരുവാനുള്ള വെമ്പൽ, ആ വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം ദൈവമക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ഭൂമിയിൽ വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അധ്വാനത്തിന് ശേഷം ചെന്ന് ഒരു വിശ്രമം പ്രാപിപ്പാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു ഭവനം പണിയുന്നു. താൽക്കാലികമായി വിശ്രമിപ്പാൻ വേണ്ടി, ഒരാശ്വാസം പ്രാപിപ്പാൻ വേണ്ടി അവർ തിരിയുന്നു. എങ്കിലും അത് ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന ഒരു വിശ്രാമ സ്ഥലം നമുക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. ആ വിശ്രാമിച്ചെന്ന് എത്തുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കത്തോടിരിക്കണം. അതുകൊണ്ടാണ് യിരെമ്യാപ്രവചനം 31-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ
വിശ്രാമം കർത്താവ് ഒരുക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. വായിച്ചേ. ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ആരാണ് വിശ്രാമം വരുത്തുന്നത് അറിയാമോ? ദൈവം തന്നെയാണ്. ഇസ്രായേലിന് വേണ്ടി ഒരു വിശ്രാമം ഞാൻ ഒരുക്കുവാൻ പോകുന്നു, കണ്ടെത്തുന്നു. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് വിട്ടുപിരിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ക്രിസ്തുവാണ് നമ്മുടെ വിശ്രാമം എന്നുള്ളത്. ഇന്ന് ഭൂമിയിൽ വസിക്കുന്നവർക്ക് ഒരു കൂട്ടർക്ക് വിശ്രാമമില്ല. അവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയുമില്ലാത്തൊരു അനുഭവത്തിൽ കൂടിയാണ് പലരും ജീവിക്കുന്നത്. എന്നാൽ ആർക്കാണ് വിശ്രാമം എന്ന് പറയാമോ? വെളിപ്പാട് പുസ്തകം 14-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണുന്നു, പ്രയത്നം ചെയ്യുന്നവർക്ക് ഒരു വിശ്രാമം കണ്ടെത്തുവാൻ കഴിയും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രവൃത്തി അവരെ പിന്തുടരും. ഒരു മനുഷ്യൻ എപ്രകാരം ഏത് നിലയിൽ മനുഷ്യൻ ജീവിക്കുന്നുവോ അതനുസരിച്ചുള്ള ഐക്യനായ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ വിശ്രമമാണ് നീ ഒരുക്കുന്നത്. ഒരു പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം കർത്താവിന്റെ പക്കൽ ഉണ്ട്. ആ പ്രതിഫലം എന്ന് പറയുന്നത് വിശ്രാമത്തിലേക്ക് എത്തുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് വിശ്രാമം? അധ്വാനിക്കുന്ന വ്യക്തികൾക്കാണ് വിശ്രാമം വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അധ്വാനിക്കേണ്ടത്? നമ്മൾ ആത്മീയമായി പഠിക്കുമ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. ഒരു കൃഷിക്കാരനാണെങ്കിൽ കൃഷിയുടെ ഫലത്തിനു വേണ്ടി അവൻ അധ്വാനിക്കുന്നു. അധ്വാനിക്കുന്നതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആ കൃഷിയിൽ കൂടെയുള്ള ഫലമാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്. കൃഷിയിൽ കൂടായ ഫലത്തെ അവൻ കൃഷിക്കാരൻ പ്രതീക്ഷിക്കുന്ന പോലെ നിശ്ചയമായും നമ്മുടെ കൃഷിക്കാരനായ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ആഗ്രഹിക്കുന്ന പറയുന്നത്, പ്രതീക്ഷിക്കുന്ന പറയുന്നത് ഓരോ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ ഫലങ്ങളാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഗലാത്യ സഭയോട് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു. ആ പ്രവൃത്തികൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളിലും ഒരു ഫലം ഉണ്ടാകണം. കൃഷിക്കാരൻ വിലയേറിയ ഫലത്തിന് വേണ്ടി മുൻമഴയും കിട്ടുമ്പോഴും ദീർഘക്ഷമയോടിരിക്കുന്ന പോലെ നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ എന്ന് ദൈവത്തിനും വായിക്കുന്നു. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് വേണ്ടി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോൾ ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കിയാൽ ആഗ്രഹിക്കുന്നത് നിശ്ചയമായും നല്ലൊരു മഴ വേണം, ഇല്ലെങ്കിൽ ആ കൃഷിയോട് പ്രയോജനമില്ല. ആ മഴ ആ കൃഷിയെ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഫലമുള്ളതാക്കി മാറ്റുന്നു. ഇതുപോലെ രക്ഷിക്കപ്പെട്ട ജനങ്ങൾ നിശ്ചയമായും നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ആത്മീയമായിട്ടുള്ള ഒരു മാരി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചൊരിയണം. അതിനാണ് മാനസാന്തര അനുഭവം ഉണ്ടാകണം, സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുണ്ടായ അനുഭവം, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൽ നിറവിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ പ്രത്യാശയോട് ദൈവമക്കൾ ജീവിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വിലയേറിയ അനുഭവമാണ് ദൈവമക്കളെ ഫലം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അത് സ്നേഹം ഒരു ഫലമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഇതൊക്കെ ദൈവജീവിതം, ഇതൊക്കെ ഫലമാണ്. ഈ ഫലങ്ങളൊക്കെയും ദൈവമക്കളിൽ കാണപ്പെടണം. അത് പഴയ മനുഷ്യരിൽ കാണുന്നിരിക്കുന്ന സ്നേഹവും സന്തോഷവും, അല്ലെങ്കിൽ കരുണയും സ്നേഹവും ഒക്കെ ഇന്നത്തെ തലമുറകൾക്ക് കാണാൻ കഴിയുന്നില്ല. പഴയ മനുഷ്യരായിരിക്കുന്ന സൗമ്യതയും ആ താഴ്മയും ആ സ്നേഹവും പ്രാർത്ഥനാനുഭവങ്ങളും അവിടെ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ആയിരിക്കുന്ന ലൈനുകളൊക്കെ നമുക്ക് പ്രശംസിക്കത്തക്ക നിലയിലുള്ള അനുഭവങ്ങളാണ്. ഇന്നത്തെ തലമുറകൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ ഞാനൊരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഇപ്രകാരമാണ് പിതാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, 1-2 മക്കളുണ്ട്. അവർ ജനിച്ച് അല്ലെങ്കിൽ വളർന്നു വന്നപ്പോൾ അവർ കണ്ടത് കാർ പാർക്കിംഗ് ഈ സ്ഥലത്ത് നല്ല കാർ കിടക്കുന്നു, നല്ല 2 വീട് കിടക്കുന്നു, ഇഷ്ടംപോലെ അവർ തോട്ടം കിടക്കുന്നു, സീറ്റുകൾ ഒരുപാട് വീട്ടിൽ കിടക്കുന്നു. അവർക്കൊരു അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നില്ല, ഇതെങ്ങനെ ഉണ്ടായി, ഇത് എപ്രകാരം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ വളർന്നു വരുമ്പോൾ നല്ല സാഹചര്യത്തിൽ വളർന്നു വരുന്നു. അതുകൊണ്ട് കഷ്ടപ്പാട് എന്താണെന്ന് അറിയുന്നില്ല, അധ്വാനം എന്താണെന്ന് അറിയുന്നില്ല, ഇതെങ്ങനെ ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ അവസ്ഥ അതാണ്.
ആത്മീയമായ ലോകത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്താണ്, ദൈവത്തെ വിളിച്ചില്ലെങ്കിലും എല്ലാം നന്ദിയുണ്ട്, കർത്താവിനെ ആരാധിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ദൈവത്തെ ഇപ്പം തന്നെ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പലർക്കും ചില മാസങ്ങൾ ആരാധിപ്പാൻ കഴിയാതിരുന്നു. ഇപ്പോൾ ആരാധന വെച്ചിട്ട് പോലും ചിലർക്ക് വരാൻ ഒരു മടി. എന്താണെന്നറിയാമോ? ഇരുന്ന് മനം തഴപ്പിച്ചു. ഇരുന്നാലും അവിടെ ജീവിക്കാൻ കഴിയുമല്ലോ, ആരാധിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയുമല്ലോ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയുമല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇന്ന് മനുഷ്യൻ ആയിരിക്കുകയാണ്. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ദൈവീയമായൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കണം. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു, എന്ത് പ്രമാണം കൊടുത്തിരിക്കുന്നു, ആ ദൈവീയ പ്രമാണത്തിൽ നിലനിൽക്കണം. ദൈവ പ്രമാണത്തിൽ നിലനിൽക്കണം, ദൈവ അടിസ്ഥാനത്തിൽ നിലനിൽക്കണം. കർത്താവിൻ്റെ ആദർശത്തിലും നിയമത്തിലും പ്രമാണത്തിലും നിലനിൽക്കാതെ കടന്നുപോയാൽ അവർക്ക് ദൈവമില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നു. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ നിശ്ചയമായി ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. യേശുവിൻ്റെ ഉപദേശമാണ് മാനസാന്തരപ്പെടണം, യേശുവിൻ്റെ ഉപദേശമാണ് ജലസ്നാനം സ്വീകരിക്കണം, യേശുക്രിസ്തുവിന്റെ ഉപദേശമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, ദൈവരോഷ നിലനിൽക്കണം, പ്രത്യാശ നിലനിൽക്കണം, അപ്പോസ്തലിക ഐക്യതയിൽ നിലനിൽക്കണം. ഇതൊക്കെ ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ഈ ഉപദേശത്തിലല്ലാതെ മനുഷ്യത്വമായിട്ടുള്ള ഉപദേശത്തിലും മനുഷ്യൻ എഴുതി വച്ചിരിക്കുന്ന പ്രമാണത്തിലൊക്കെയും മുഴുകി അങ്ങനെ മുൻപോട്ട് പോയതുകൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ രാജ്യത്ത് പ്രവേശിപ്പാൻ കഴിയില്ല. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നുവോ, കർത്താവ് എന്ത് ഉപദേശം പറഞ്ഞിരിക്കുന്നു, എന്ത് ഉപദേശമാണോ, എന്ത് ആദർശമാണോ, എന്ത് നിയമങ്ങളാണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ പാലിക്കുവാൻ കടപ്പെട്ടവരാണ് ഓരോ നിയമക്കളും. ക്രൈസ്തവർ എന്ന പേര് മനുഷ്യർക്കുണ്ടെങ്കിലും ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്തുടരുവാൻ പലർക്കും കഴിയുന്നില്ല. സ്വന്തം വഴികളിൽ കൂടെ ജീവിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, സ്വന്തം പ്ലാൻ പ്രകാരം ജീവിക്കുന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് അവരത് തൃപ്തനായിത്തീരുകയാണ്. പക്ഷേ ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യത ഇവിടെ കഴിക്കും. മൂടനോട് ചോദിച്ചു, ധനവാനായിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചു, മൂട ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കിച്ചത് ആർക്കാണ്? ഒരുപാട് സമ്പത്തിന് വേണ്ടി മനുഷ്യൻ ഭൂമിയിൽ സമ്പാദിക്കുന്നു, ഭൂമിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നത്തെ പത്രവാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം നിലയിലുള്ള സമ്പാദ്യത്തിന് പിന്നാലെ മനുഷ്യൻ ഓടിയതുകൊണ്ട് ഇന്ന് എത്രയോ വ്യക്തികൾ ദുഃഖത്തിനും പ്രയാസത്തിനും വ്യാകുലപ്പെടുകയാണ്. ചോദ്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തെല്ലാം നിലയിൽ അതിൻ്റെയൊക്കെ അവസ്ഥകൾ. വാസ്തവമായി മനുഷ്യന് ദൈവാഗ്രഹം കൂടിക്കൂടി പണത്തിൻ്റെ അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ ഏത് നിലയിൽ കൂടെ ഈ മനുഷ്യന് മുൻപോട്ട് പോകാമെന്നുള്ള കണ്ടീഷൻ മുൻപോട്ട് പോവുകയാണ്. അവസാനം പിടിക്കപ്പെടുമ്പോൾ ദുഃഖത്തിനും വേദനയും കലാശിക്കുകയാണ്. എന്നാൽ ദൈവം തരുന്ന നന്മകൾ മതി, ദൈവം തരുന്ന ഉപകാരങ്ങൾ മതി, ദൈവം തന്നിരിക്കുന്ന ആദർശങ്ങൾ മതി, ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവീയമായ നിലയിൽ കൂടെ ദൈവഭക്തിയോടെ ജീവിതത്തെ മുൻപോട്ട് പോകാമെങ്കിൽ ഏറ്റവും മഹത്തായിട്ടുള്ള അനുഭവമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അറിയാമോ? ദൈവീയമായ ആത്മീയമായി വളർച്ച പ്രാപിച്ച് ഫലം കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിശ്ചയമായിട്ടും ദൈവമക്കളെ ഒരു വിശ്രാമ അനുഭവം കണ്ടെത്തുവാൻ തവണ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിലയേറിയ ഫലം എടുത്തത് അറിയാമോ? അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുക്കി വെക്കും. പതിരോ മറ്റൊന്നുമല്ല, ശരിയായ മണി എടുത്തു വെക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിനും അടുത്ത ഭാവിക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഇനി അടുത്തൊരു അനുഭവത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി കറക്റ്റായിട്ടുള്ളത് ജീവിതം ചെയ്യാൻ കഴിയുമെങ്കിൽ, ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അവർക്കൊരു വിശ്രാമം ഒരുക്കുന്നുണ്ട്. അതാണ് 2 ദിനത്താന്ന പുസ്തകം 6:41 വായിക്കുമ്പോൾ, നീയും നിന്റെ ബലത്തിൽ പെട്ടകുമായി വിശ്രാമത്തിലേക്ക് എഴുന്നേൽക്കണമേ. വായിച്ചാട്ട്. ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. വിശ്രാമത്തിലേക്ക് വരണമേ. അതില് സദൃശ്യത്തിൽ വായിക്കുമ്പോൾ 24:15 തോന്നുന്നു, ദുഷ്ടൻ നീതിമാന്റെ പാർപ്പിടത്തിൽ പതിയിരിക്കുന്നു, വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുന്നു. ദുഷ്ട, നീ നീതിമാന്റെ പാർപ്പിടത്തിനും പതിയിരിക്കരുത്, അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും. ദുഷ്ടസ്വഭാവം, ദുഷ്ടൻ പറയുന്നത് ദുഷ്ടസ്വഭാവം മനുഷ്യന്റെ വിശ്രാമത്തെ നശിപ്പിക്കുകയാണ്.
ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മനുഷ്യന് ദുഷ്ടപ്രവൃത്തിയിൽ കൂടെ ഇന്നത്തെ തലമുറകളൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഓൺലൈൻ പഠനമൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞു. അതിന് അറിയാമോ, പഠനം കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത നെറ്റിലേക്ക് കയറി അവർക്ക് ഇഷ്ടം പോലെയൊക്കെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയാണ്. ദുഷ്ടൻ നീതിമാന്റെ പാർപ്പിടത്തിൽ പതിയിരിക്കുന്നു. ദുഷ്ടൻ ഇന്ന് ദുഷ്ടപ്രവൃത്തികൾ, ദുഷ്ടമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ മനുഷ്യന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞു. അവർ നീ അറിയാമോ അവിടെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സന്തോഷം നശിപ്പിക്കുകയാണ്. അതിൽ പാപത്തിലേക്ക് പോകുന്നു, പാപത്തിലേക്ക് വഴുതി വീഴുകയാണ്, ലോകത്തിലേക്ക് വഴുതി വീഴുകയാണ്, ലോക സന്തോഷത്തിൽ വഴുതി വീഴുകയാണ്. അങ്ങനെ വന്ന് നല്ല കുഞ്ഞുങ്ങളായി വളർന്നവരൊക്കെയും ഇന്നത്തെ ഓൺലൈനിൽ പഠനം വന്നു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ ഭയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെ അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ദൈവഭയം ഇല്ലാതെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താ കാര്യം? ദുഷ്ടൻ ആ കുടുംബത്തിൽ പതുങ്ങിയിരിക്കുകയാണ്. ദുഷ്ടതയുടെ അനുഭവം ഈ കുടുംബത്തിൽ പതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ആ ദുഷ്ട സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തന്നിരിക്കുന്ന പ്രമാണങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. ആ പ്രമാണം സത്യമായിട്ടുള്ള വചനം ആരടങ്ങുന്ന കർത്താവായ യേശുവാണ്. ക്രിസ്തുവിനെ നമ്മൾ മുറുകെ പിടിക്കണം, ക്രിസ്തുവിന്റെ വചനത്തെ മുറുകെ പിടിക്കണം, ക്രിസ്തുവിന്റെ വഴികളെ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിന്റെ ആദർശപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവർക്കൊരു വിശ്രാമ ജീവിതം കണ്ടെത്തുവാൻ കഴിയും. ദുഷ്ടതയും പാപം ചെയ്ത ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയില്ല. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ ഇന്ന വഴിയിട്ട് പോയല്ലോ എന്നുള്ളതായ ആ ഭാരവും ദുഃഖവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും, വിശ്രാമം ലഭിക്കില്ല. ഒരു മനുഷ്യന് മോഷണം കഴിഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്ത് പിന്നെ പശ്ചാത്തപിക്കും. ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ, തെറ്റായിട്ടുള്ള വഴികൾ, തെറ്റായിട്ടുള്ള പ്രമാണങ്ങൾ ഒക്കെയും അതിൽ കൂടെയൊക്കെ മനുഷ്യൻ പോകുന്നെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ വിശ്രാമം കണ്ടെത്തുവാൻ കഴിയില്ല. ദൈവം നമുക്കായിട്ട് ഒരു വിശ്രാമ സ്ഥലം ഒരുക്കുന്നുണ്ട്, വിശ്രാമം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ് വിശ്രാമ സ്ഥലം? അതാണ് പുതിയ യെരൂശലേം. യോഹന്നാൻ സുവിശേഷം 14-2 വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു പറയുന്ന പോലെ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ആ സ്ഥലം ഏതാണ്? പുതിയ യെരൂശലേം, സ്വർഗ്ഗസീയോനാണ്. ആ പുതിയ യെരൂശലേം അവകാശമാക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കലും ദൈവമക്കളെ ദുഷ്ടതയുടെ പ്രവൃത്തി ഉണ്ടാകരുത്. വിശ്രാമ ജീവിതം പ്രാപിക്കണം. ഇവിടെ വിശ്രാമം ഇല്ലാത്തവർക്ക് അവിടെ എങ്ങനെ വിശ്രാമം പ്രാപിക്കാൻ കഴിയും? ഇവിടെ ഇഷ്ടം പോലെ ജീവിച്ച്, തോന്നുന്ന പോലെ ജീവിച്ച്, മദ്യപിച്ച്, മനോവിധമായിട്ട് അല്ലെങ്കിൽ ലോകത്തിലായി ജീവിച്ച്, സിനിമയും കണ്ട്, നാടകം കണ്ട്, കൂത്തുകാഴ്ച കണ്ട്, അടിയുണ്ടാക്കി, വഴക്കുണ്ടാക്കി, നാശം ഉണ്ടാക്കി, പ്രശ്നമായിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യന് അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ഒരിക്കലും ഒരു വിശ്രാമം കണ്ടെത്തുവാൻ കഴിയില്ല. അവർ മരിക്കുന്നു. മനുഷ്യൻ എത്ര വ്യക്തിയിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നു. എത്ര ഉന്നതന്മാരായ വ്യക്തികളാണ് ആത്മഹത്യ ചെയ്യുന്നറിയാമോ? എത്ര വ്യക്തി, വലിയ ആൾക്കാർ നിസ്സാര കാര്യം മതി, ഇനി ജീവിതം അവസാനിക്കാന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. പക്ഷേ അവർ വിചാരിച്ചിരിക്കുന്ന ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും അറിയണ്ട എന്നുള്ളതാണ്. അറിയാൻ പോകുന്ന പിന്നീടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ മനുഷ്യന്റെ ആ താൽക്കാലിക ആ വിരാമം, അതാണ് ഒരു ശക്തി ഉണ്ടായതിനു ശേഷം, പിശാച് കയറിയ ശേഷം അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. അവന് മരിച്ചുപോയാൽ എവിടെ പോകുന്നറിയാമോ? നിത്യനരകത്തിലേക്കാണ് അവന് പ്രവേശിക്കുന്നത്. അവൻ്റെ ആ ജീവിതം, അവൻ്റെ നരകമായ ജീവിതം ഒരിക്കലും മാറുകയില്ല. യുഗായുഗങ്ങളായിട്ട് അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഭൂമിയിലിരിക്കുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്ത് മനുഷ്യൻ ജീവിക്കണം. ഇല്ലാതെ നമ്മൾ എങ്ങനെ ശേഷം ചിലരൊക്കെ ചിന്തിക്കും, പറയുന്നത് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ, ക്രൈസ്തവർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഭൂമി നടക്കുന്ന ശേഷക്രിയകളാൽ ആ മരിച്ചവർക്ക് ഒരു ആത്മശാന്തി പ്രാപിപ്പാൻ കഴിയുമെന്നാണ്. അതൊക്കെ മണ്ടത്തരമായ കാര്യമാണ്. അങ്ങനെ വചനമൊന്നും പറയുന്നില്ല. വചനം വ്യക്തമായി പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ നല്ല സ്വഭാവമാണെങ്കിൽ പ്രതിഫലം പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പാടുപെടുന്നു, പ്രവർത്തിക്കുന്നു, ആരാധിക്കുന്നതും കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടി അറിയാമോ? നല്ലൊരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ അവകാശം പ്രാപിപ്പാൻ വേണ്ടിയാണ്. ദൈവം നമുക്കൊരു വിശ്രാമ സ്ഥലം ഒരുക്കുന്നുണ്ട്. അത് നിത്യയുഗമായിട്ടുള്ള വിശ്രാമമാണ്. ആ വിശ്രാമം ആരാന്നറിയാമോ? നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്രാമമാണ്. കർത്താവ് ഇരിക്കുന്ന സ്ഥലം നമ്മുടെ വിശ്രാമമാണ്. കർത്താവ് ഒരുക്കുന്ന സിംഹാസനം നമുക്ക് വിശ്രാമമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, ജയിക്കുന്നവൻ എന്നോട് കൂടെ
എൻ്റെ സിംഹാസനത്തിരിപ്പാൻ വരെ നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടി ഇരുന്ന പോലെ നിങ്ങളും ജയിച്ചാൽ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിരിപ്പാൻ വരെ നൽകും. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിരിക്കും. എന്താണ്? ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ലോകയിമ്പുകൾ ജയിക്കണം, എല്ലാറ്റിലും നമുക്ക് ജയമെടുക്കണം. ആ ജയമെടുത്തിട്ട് അവസാനിച്ചാൽ നിശ്ചയമായും നമുക്ക് എന്താണ്? പ്രശംസ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ നല്ല ഉപരി പഠനം നടത്തുന്ന വ്യക്തികൾക്കൊക്കെ നാട്ടിൻ്റെ പ്രശംസയുണ്ട്, എന്താണ് കോളേജിൻ്റെ പ്രശംസ ഉണ്ടായിരിക്കും, സമൂഹത്തിലൊക്കെ പ്രശംസ ലഭിക്കും, അവനൊരു അംഗീകാരം ലഭിക്കും. എവിടെയും ഉയർന്ന നിലയിൽ അവ ഉയർന്നു വരുമ്പോൾ ഇതുപോലെ തോറ്റവർക്ക് എന്താ പ്രശംസ? എന്താ? ഒരു പ്രശംസയും ലഭിക്കുന്നില്ല. അവൻ മണ്ടനാണ്, അവൻ തോറ്റവനാണ്, അവൻ എന്താണ് പഠിച്ചിട്ട് അവൻ ജയിക്കാത്ത മണ്ടനാണ് എന്ന് പറഞ്ഞ പേര് കൊടുക്കത്തേ ഉള്ളൂ. എന്നാൽ ജയിക്കുന്നവനോ അങ്ങനല്ല, അവരെല്ലാവരും പ്രശംസിക്കപ്പെടും. ഇതുപോലെയാണ് ആത്മീയമായ നിലയിലും നമ്മൾ ജയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്താൽ പ്രശംസിക്കപ്പെടും, ദൈവമക്കളെ ശുശ്രൂഷയാൽ പ്രശംസിക്കപ്പെടും, ദേശത്ത് പ്രശംസ ഉണ്ടായിരിക്കും, സഭയിൽ പ്രശംസ ഉണ്ടായിരിക്കും, എല്ലാവരാലും പ്രശംസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ പ്രശംസയാണ് ഏറ്റവും മഹത്തായിട്ടുള്ള അനുഭവം. ആ പ്രശംസ ലഭിക്കത്തക്ക നിലയിലുള്ള ദിവ്യ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. നമ്മുടെ ഒരു വിശ്വാസി സഹോദരൻ മസ്കറ്റിൽ ഒരു ജോലി ചെയ്യുക, ഒരു സഹോദരൻ എത്രയോ വർഷക്കാലം കൊണ്ട് അവന് മസ്കറ്റ്, ഇപ്പോഴും മസ്കറ്റിൽ തന്നെയാണ്. ആ കമ്പനിയിൽ അഞ്ച് ചോദിച്ച ആ കമ്പനിയിൽ ഏകദേശം 1000-ഓളം പേരുണ്ടായിരുന്നു. കമ്പനിക്ക് എന്തോ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പിരിച്ചുവിടാൻ ആഗ്രഹിച്ചു. എന്നാൽ രഹസ്യമായിട്ട് ആ കമ്പനിയുടെ ഓണർ എന്ന് ചെയ്യുന്നറിയാമോ, ഈ നമ്മുടെ വിശ്വാസിക്ക് രഹസ്യമായിട്ട് വിസ കൊടുത്ത് തിരിച്ചു തരാനുള്ള വിസയും കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആരും അറിയണ്ടെന്ന് പറഞ്ഞു. കാരണം നിന്നെ എനിക്ക് കമ്പനിയിൽ വേണം. എന്താ കാര്യം അറിയാമോ? അവൻ വിശ്വസ്തനാണ്. മാത്രമല്ല അവന് നല്ലവണ്ണം ശരിയായി ഉത്തരവാദിത്വത്തിൽ ജോലി ചെയ്യും. മറ്റാര് ജോലി ചെയ്യാതിരുന്നാലും അവൻ ജോലി ചെയ്യും. അവൻ്റെ ഉത്തരവാദിത്വം, അവൻ്റെതായിരിക്കുന്ന സൗമ്യത, അവൻ്റെതായ സ്നേഹം, അവൻ്റെതായിരിക്കുന്ന കരുതൽ ആ കമ്പനി എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അവരെല്ലാവരെയും പിരിച്ചുവിട്ടിട്ട് അവനെ പിരിച്ചുവിട്ടില്ല. അതാണ് ദൈവമക്കളുടെ വിശ്വസ്തതയുടെ അനുഭവം. അതാണ്. ഇതുപോലെയാണ് എത്ര ആയിരക്കണക്കിന് ലോകത്തിൽ മനുഷ്യർ ജീവിക്കുന്നെങ്കിലും വിശ്വസ്തയോടെ ജീവിക്കുന്നവൻ, പരമാർത്ഥമായി ജീവിക്കുന്നവൻ, നിഷ്കളങ്കയോടെ ജീവിക്കുന്നവൻ, നീതിയോടെ ജീവിക്കുന്നവൻ, ദൈവപ്രമാണ പ്രകാരം ജീവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയല്ല. അവന്റെ അധ്വാനം കർത്താവ് നോക്കും, അവന്റെ വിശ്വസ്തത കർത്താവ് നോക്കും, കഷ്ടപ്പാട് കർത്താവ് നോക്കും, അവന്റെ പരമാർത്ഥ കർത്താവ് നോക്കും, അവൻ്റെതായിരിക്കും ജീവിത ലൈനിൽ ഓർക്കും, അവന് കർത്താവുമായുള്ള ബന്ധങ്ങൾ ഓർക്കും, കർത്താവ് ശുശ്രൂഷയുമായി ബന്ധം നോക്കും, കർത്താവിനെ പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർക്കും, എല്ലാ കാര്യങ്ങളും കർത്താവ് ഓർക്കും. അങ്ങനെ ഓർക്കുമ്പോൾ ദൈവം ഒരിക്കലും കടക്കാരനല്ല, ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ വിശ്വസ്തത ദൈവമക്കൾ നമുക്ക് പരിചയമാണ് എന്ന് വചനം വ്യക്തമായി പറയുന്നു. ഇന്ന് നടക്കുന്ന മഹാമാരിയെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവെച്ചതായ പ്രമാണമാണ്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവമക്കളെ മഹാമാരി അയച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ ജനങ്ങളുടെ പാപം ചെയ്തതിനാതൊരു ന്യായവിധിയായിരുന്നു. ആമോസിന് 4-ാം അധ്യായത്തിന്റെ 9-10 വചനം വായിക്കുമ്പോൾ കാണുന്നു, മഹാമാരി, വാള് എന്നിവ അയച്ചിട്ടും അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ പാട് വായിച്ചു. 4-10 വായിക്കും. ഇസ്രായേൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ മേൽ അയച്ചു. നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റൻ ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന്. ഇതിനുണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ജനം ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തെ നോക്കി നിലപിടിക്കണം. ഇന്ന് എത്ര പേര് ദൈവത്തെ നോക്കി നിലപിടിക്കുന്നു? അവിടാണ് 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, 5-ാം വാക്യത്തിൽ വായിക്കുന്നു, നാശകരമായിട്ടുള്ള മഹാമാരി, അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായിട്ടുള്ള മഹാമാരി നിന്ന് പിടിവിക്കും. 5-ാം വാക്യം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ദൈവമക്കളെ, ഇവിടെ നിന്ന് ആരംഭിച്ചു നേരെ ഒറ്റ പോക്ക് ഓരോ രാജ്യങ്ങളിലെല്ലാം ആര് കണ്ടു, ആരറിഞ്ഞു, നിമിഷം കൊണ്ട് മുടി ലോകത്തും പടർന്നു. ഇതുപോലെ പടർന്നിരിക്കുന്ന രോഗങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നറിയാമോ? ദൈവമക്കളെ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെ അറിയുവാൻ, യേശു ജീവിക്കുന്നവനെന്ന് അറിയുവാൻ, യേശുക്കളുടെ രക്ഷയോടെന്ന് അറിയുവാൻ, മനസ്സിലാക്കി അറിയുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം യേശുവാണെന്ന് അറിയുവാൻ, അവന്റെ ശാപത്തെ പിടിപ്പിക്കുന്ന യേശുവാണെന്ന് അറിയുവാൻ, കർത്താവിന്റെ വഴികൾ എന്താണ് മനസ്സിലാക്കുവാൻ, യേശുക്രിസ്തുവിന്റെ മാത്രമേ നിശ്ചയമായും രക്ഷയോടെ മനസ്സിലാക്കുവാൻ, യേശുവിലേക്ക് തിരിഞ്ഞ് നിലവിളിക്കുവാനുള്ള സന്ദർഭം തന്നെ തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങളെല്ലാവരും എന്നിലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ലോകത്തിന്റെ ഭാരം ചുമക്കുന്നവരും പാവത്തിന്റെ ഭാരം ചുമക്കുന്നവരും ഒക്കെ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതായ സമയമാണ്. നമുക്ക് കർത്താവിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ മാതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ചു, നല്ല മാതൃകപരമായി ജീവിതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടെ ജീവിതം ചെയ്തു, പ്രത്യാശയോടെ ജീവിതം ചെയ്തു. ഏത് അപ്പോസ്തലിക മാർക്കറ്റിൽ അടിയുറച്ചു വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞു. നല്ലൊരു അവസാനം മാതാവിന് ദൈവം നൽകി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയമയ്ക്കുന്നവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കൊരു മനോഹരമായ സ്ഥലം ദൈവം ഒരുക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് നല്ലൊരു പൊരുതാം, ഓട്ടത്തെ തികയ്ക്കാം, വിശ്വാസത്തെ കാക്കാം, നീതിയിൽ ജീവിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, നിർമ്മലയിൽ ജീവിക്കാം, പ്രത്യാശയോടെ ജീവിതം ചെയ്യാം. അങ്ങനെ ജീവിക്കുന്നവർക്കായി യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നമുക്ക് ഒരുങ്ങാം, പ്രത്യാശയോടെ ജീവിക്കാം. ഈ മാതാവിന്റെ വേറെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം കുടുംബാംഗങ്ങളെ നിത്യാശ്വാസം നിറയ്ക്കട്ടെ. ദൈവം എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. കർത്താവിന്റെ സ്നേഹത്തെ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വഴികളിൽ കൂടെ നമുക്ക് ജീവിതം ചെയ്യാം. ഈ മാതാവിന്റെ നല്ല സ്വഭാവത്തെ കുഞ്ഞുങ്ങൾക്കും പിന്തുടരുവാൻ രൂപാന്തരക്കൊണ്ടും ദൈവം കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയുടെ ലോകമേ തക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാനുണ്ടോ ഇനി താമസഞ്ഞ എത്ര കാലമോടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനുണ്ടോ ഇനി താമസഞ്ഞ എത്ര കാലമോടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ച പെഞ്ചാരി ചേർത്തിടണമേ. മായാലോടെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ച പെഞ്ചാരി ചേർത്തിടണമേ. എന്നോ നിനക്ക് വന്നിടുമോ വിശ്രാമത്തിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസഞ്ഞ എത്ര കാലമോടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ചെലവിപ്പാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രിയപ്പെട്ട മാതാവിനെ കർത്താവ് രക്ഷിച്ച് ദൈവസത്യത്തിലേക്ക് കൊണ്ടുവന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. നല്ല കർത്താവ് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ച് നിത്യരാജ്യത്ത് പ്രവേശിപ്പാൻ പ്രിയമോക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവം നമുക്ക് നല്ലവനായി കൂടെ ഇവിടെ കൊണ്ട് സ്തോത്രം ചെയ്യാം. കർഷകയില്ലാത്ത നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രിയമങ്ങളെ ചേർത്തതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ദുഃഖത്തിലായിരിക്കുന്നവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ശ്രമത്തിലെ ശുശ്രൂഷകളെയും മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. വചനം കേട്ടവരെല്ലാം നിത്യരാജ്യത്തിനായിട്ട് ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അടുത്ത മകളിൽ നിന്ന് വചനം കേട്ടവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ട രക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സ്നേഹിത സ്വർഗ്ഗപിതാവേ, നന്ദിയുടെ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. ഇത്ര വലിയ മഹത്വയുടെ അനുഭവം പ്രത്യാശയും
ദൈവം ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മകളുടെ ജീവിതത്തിലും ആരംഭിച്ച നല്ല പ്രവൃത്തിയെ വിശ്വസ്തയോടെ തികയ്ക്കുവാൻ കൊടുത്ത വലിയൊരു ഭാഗ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ, ദൈവേഷ്ടപ്രകാരം ജീവിപ്പാൻ, വേറുപാട് പാലിപ്പാൻ, അപ്പോസ്തലീയ പ്രമാണത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ തന്നെ മകളെ കർത്താവ് പാലിച്ചു, അവിടെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ശാരീരികമായി അല്പമായ കർത്താവ് കഷ്ടത ദിവസങ്ങളുണ്ടായിരുന്നെങ്കിലും കഷ്ടതയില്ലാത്ത നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്ത ദൈവം നിത്യതയിൽ തന്നെ മകളോട് പ്രവേശിപ്പാൻ അവിടെ കൃപ നൽകിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇത്തരത്തോടെ ശുശ്രൂഷയും മാനിച്ചുകൊണ്ട് സ്തോത്രം. ഇനിയും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവെ. യേശുവിൻ സമയത്തിലെ ശുശ്രൂഷയും മാനിക്കട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ തക്കണം എല്ലാവരെയും ഒരുക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാലസ്വഭാവം സരിശുദ്ധന്മാരോടും നമ്മുടെ എല്ലാവരോടും പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും എന്നേക്ക് കർത്താവിൻ്റെ വരവിലേയും വിരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. ഇനി പെട്ടിലേക്ക് ബോഡി മാറ്റുക. മറ്റു സെക്ഷൻ കാണാനുള്ളവർ കണ്ടിട്ട് സംസാരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ മലയാളയിലുള്ള നമ്മുടെ സെമിത്തേരിയിലാണ് തുടർന്നുള്ള ശുശ്രൂഷകൾ. അധികം പേർക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ അവസരമില്ല. അത്യാവശ്യം സഹോദരന്മാർ മാത്രം, വേണ്ടപ്പെട്ടവർ മാത്രം 20 പേര് മാത്രമേ അങ്ങോട്ട് വരാവൂ. ബാക്കി സഹോദരന്മാർ ഇവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഉചിതം. സ്തോത്രം. സകലവും വിട്ടു ഞാൻ പോയിടും നീ വിൻഗേഹേശുവോട് കൂടെ വസിപ്പാൻ. സകലവും വിട്ടു ഞാൻ പോയിടും നീ വിൻഗേഹേശുവോട് കൂടെ വസിപ്പാൻ. നീത്തോടിനായി കാക്ഷിക്കുമ്പോൾ എന്നാത്മാവ് സകലവും വിട്ട് ഞാൻ പോയിടുന്നേ വിൻഗേഹേശുവോട് കൂടെ വസിപ്പാൻ. മാനിത്തോടെ ഞാൻ കാംക്ഷിക്കുമ്പോൾ എന്നാത്മാവ് വാഞ്ചിച്ച് ദാഹിക്കുന്നേ. മാനിത്തോടെ ഞാൻ നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറുന്നേ.
ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ, എന്ന് ചേരുമോ. രാജപുരോഹിതർ ആയവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. നീതിൻ സൂര്യൻ ഉദിക്കുമേ വേഗത്തിൽ, അല്ലൽ മാറുമേ, അല്ലൽ മാറുമേ. മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ. മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ. വിശുദ്ധ പിതാവേ, കരുണയുടെ ദൈവമേ, ഈ മാതാവിന് കൊടുത്ത നല്ല അന്ത്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുന്നു. അവനെ തൻ്റെ ശുശ്രൂഷകളിൽ നടത്തിയല്ലോ. കർത്താവ് ശിവത്തിരിയിലേക്ക് വന്നിരിക്കുക, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഇവിടുത്തെ ശുശ്രൂഷകൾ ദൈവം നടത്തി അനുഗ്രഹിച്ച് ദൈവനാമം മഹത്വമാകുവാൻ സ്വർഗം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഭഗവാൻ ദൈവകരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തി അനുഗ്രഹിച്ച യേശുവിനെ നാമം. ഇപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ചതിന് ശേഷം അല്പമായൊരു ദൈവവചനം പറഞ്ഞ് ഈ അന്ത്യ ശുശ്രൂഷ നമുക്ക് നടത്താം. 5:50 സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദൈവത്വം അത്തിരവത്തെ അവകാശമാക്കിയില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിവെക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഒരുക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദൈവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമൃത്വത്തെയും ധരിക്കണം. ഈ ദൈവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിർത്തിയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദീർഘകാലമായി വിശ്വാസ ജീവിതം നയിച്ച ഒരു മാതാവിൻ്റെ അന്ത്യ ശുശ്രൂഷയ്ക്കാക്കുന്നു ഞാനും നിങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് പ്രത്യാശയേറിയ ജീവിതമാണ്. ഭൂമിയിൽ അനേകം മതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ മതത്തിനും അത് അതിൻ്റെതായ
രീതിയിലുള്ളതായ പ്രത്യാശയും അത് അതിൻ്റെ രീതിയിലുള്ളതായ അനുഭവങ്ങളൊക്കെയുമുണ്ട്. എന്നാൽ ക്രിസ്തു മതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പുനരുത്ഥാനം എന്താകുന്നു എന്നൊക്കെയും മനുഷ്യൻ ഒരുപക്ഷെ ചിന്തിക്കാം, പലർക്കും ചോദിക്കാം. എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ആധാരം എന്നുള്ളത് ബൈബിളാകുന്നു. ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ 1 കൊരിന്ത്യർക്ക് വിശുദ്ധ പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ തന്റെ ലേഖനത്തിൽ വ്യക്തമായി അതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ചോദിച്ചെഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധ ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചെഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പുനരുത്ഥാനം ഇല്ല എങ്കിൽ മനുഷ്യജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും നമുക്ക് കാണുവാൻ കഴിയും. പുനരുത്ഥാനം ഉള്ളത് കൊണ്ടാകുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാൻ നാം എന്ത് ചെയ്തത്, ബന്ധപ്പെട്ടവിടെ കൂടി വന്നതിന്റെ കാരണം. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ ഏതുവിധ ശരീരത്തോടു കൂടി വരും എന്നിവിടെ ചോദിച്ചെഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് എൻ്റെ താഴെയൊക്കെ എഴുതിയിരിക്കാം. ഏതെങ്കിലും ഒന്ന് വിതച്ചാൽ എന്താകുന്നു വരുന്നത്? നെല്ല് വിതച്ചാൽ നെല്ല് തന്നെ വരും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് തന്നെ വരും, മറ്റു പല മണികൾ വിതച്ചാൽ അത് തന്നെ ഉയരത്തിളന്നേറ്റ് വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ മാതാവിന്റെ ശരീരം അല്പനിമിഷങ്ങൾക്കകം നാം എന്ത് ചെയ്യും? മണ്ണിന് ദാനം ചെയ്യും. മണ്ണിന് ദാനം ചെയ്യുമ്പോൾ ഈ മണ്ണിന് ദാനം ചെയ്യുന്ന ഈ ശരീരം ഏതുവിധ ശരീരത്തോടു കൂടി ഉയർക്കും? അതാകുന്നു ഒരു ദൈവവൈതൽ ഈ സന്ദർഭത്തിൽ നാം ഓർത്തെടുക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശരീരമല്ല, ഏതെങ്കിലും ഒരു മേനിയുമല്ല. ഈ ശരീരത്തിൽ എത്രത്തോളം കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടോ, എത്രത്തോളം വേദനകൾ സഹിച്ചിട്ടുണ്ടോ, എത്രത്തോളം പാടുകൾ സഹിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മാതാവിന് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഞാനും അമ്പലക്കരയിൽ നിന്ന് 2011 ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മാതാവിനെ വ്യക്തമായി നന്നായി അറിയാം. അതേ എന്താകുന്നു, എന്തിനു വേണ്ടിയാകുന്നു ഈ മാതാവ് അപ്രകാരം ഒരു ജീവിതം ചെയ്യുന്നത് നിങ്ങളൊക്കെ ചോദിച്ചേക്കാം. നമ്മുടെയും ജീവിതത്തിൽ അന്നൊക്കെ മരുന്നെടുക്കുകയില്ല, ഹോസ്പിറ്റലിൽ പോകത്തില്ല. അപ്പൊ ഇതിനെയൊക്കെ പിന്നിലെ രഹസ്യങ്ങൾ എന്താ എന്ന് ഒരു ദൈവവൈതൽ നന്നായി ഗ്രഹിച്ചിരിക്കണം. അത് മറ്റു ചില നല്ലൊരു ഉയർപ്പ് ലഭിക്കണമെന്ന് വെച്ച് എന്താകുന്നു ഉച്ചാരണങ്ങൾ കൈക്കൊള്ളാതെ പേത്യമേറ്റതായി നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മാതാവ് കഴിഞ്ഞ കാലത്ത് അപ്രകാരം ഒരു ജീവിതം ചെയ്തത് എന്തുകൊണ്ട്? യാതൊരു ഉച്ചാരണങ്ങൾ കൈക്കൊണ്ടില്ല. ഈ മാതാവ് പോയാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ ചികിത്സിക്കത്തില്ലേ? ചികിത്സിക്കും അല്ലേ? ഞാൻ പോയാലും ചികിത്സിക്കും. ഞാൻ പോയാലും മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് തരത്തില്ലേ? തരും. എന്തുകൊണ്ട് ഇപ്രകാരം ഒരു ജീവിതം നയിച്ചു? കഴിഞ്ഞ കാലത്ത് അതുപോലെ ജീവിച്ചവരാ. അപ്പൊ എന്താകുന്നു ഇതിന്റെ എല്ലാം പിന്നിലെ രഹസ്യം? പ്രിയപ്പെട്ട ദൈവവൈതലേ, ഉയർപ്പിന്റെ നിറയിൽ അതേ തേജസ്സേറിയ ഒരു ശരീരത്തോട് ഉയർക്കണമെന്ന് വെച്ച് ഈ മാതാവ് എന്ത് ചെയ്തു? അപ്രകാരം ഒരു ജീവിതം നയിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മരിച്ചാൽ ഇന്ന് മാതാവ് അടുത്ത നിമിഷം ഞാനോ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഉയർക്കും? ഏതുവിധ ശരീരത്തോടു കൂടി വരും? ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചാട്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതായാലും തീയതായാലും തക്കത് പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യും? ന്യായാസനത്തിനും. അപ്പൊ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, മരിച്ചതിന് ശേഷം പിന്നെ ഒരു കർമ്മമൊന്നുമില്ല. അല്ല ഉണ്ടോ? അങ്ങനെ കർമ്മം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും കഴിച്ചു പൊടിച്ചിട്ട് അങ്ങനെ ഒരു കർമ്മം നടത്തിയാൽ മതിയായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമാക്കുന്നില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതായാലും തീയതായാലും തക്കത് പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യും? ന്യായാസനത്തിന്റെ മുമ്പിൽ വരും. അപ്പോൾ ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ ഏതുവിധ ശരീരത്തോടു കൂടി നിൽക്കപ്പെടുവാൻ കഴിയും? തേജസ്സിന്റെ ശരീരം. തേജസ്സിന്റെ ശരീരത്തെക്കുറിച്ച് അതേ വിശുദ്ധ പൗലോസ് തന്നെ അതേ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുക. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് എന്തുണ്ട്? ഭേദമുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട പ്രിയ ദൈവവൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലുടെ ജീവിതത്തിൽ അവനൊരു പ്രത്യാശയുണ്ട്. ആ രക്ഷയ്ക്ക് ഒരു പ്രകാശനമുണ്ട്, ആ രക്ഷയ്ക്ക് ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം തന്റെ ജീവിതത്തിൽ ഒരു തേജസ്സായി മാറും. അതാണ്ടാകുന്നു ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്? ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് താൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയെ നമുക്ക് എങ്ങനെ കരസ്ഥമാക്കുവാൻ കഴിയും? രക്ഷിക്കപ്പെടുമ്പോൾ എന്തായിത്തീരും? ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്തായിത്തീരും?
ഈ എന്താകുന്നു ഉമ്മന്നൂർ പഞ്ചായത്തിൽ എത്രാം വാർഡിൽ എത്ര 5-ാം വാർഡാ? ഇത് വേണ്ട 5-ഓ എത്ര 6-ാം വാർഡ്. അത് 5. ഓ എന്താകുന്നു ഈ 5-ാം വാർഡിൽ 6-ാം വാർഡിലുള്ള എന്താകുന്നു ഈ മാതാവിന്റെ പേര് ഈ പഞ്ചായത്തിലുണ്ട്. 6-ാം വാർഡിൽ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ ഭാര്യയായി എന്ത് ചെയ്തു ജീവിച്ചു എന്ന് പേര് രേഖയെല്ലാം ഉണ്ട്. ഇനി മാതാവ് സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ പേരില്ലെങ്കിൽ കയറാൻ പറ്റുമോ? പറ്റുമോ? ബൈബിൾ അതിനെ വ്യക്തമാക്കിയിരിക്കുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ത് ചെയ്യണം? തീപ്പൊയ്കളിൽ തള്ളിയിടണം. അപ്പൊ ഈ മാതാവിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? ഉണ്ട്. എപ്പോഴാകുന്നു? ഒരു ദൈവപൈതൽ മാനസാന്തരപ്പെടുമ്പോൾ, രക്ഷയെ കരസ്ഥമാക്കുമ്പോൾ അവന്റെ പേര് എവിടെ എഴുതും? ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഇട്ടുള്ളവർക്ക് മാത്രമേ അങ്ങ് കടപ്പാൻ കഴിയണം. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കാം. അവിടെ എഴുതിയിരിക്കുക എന്താകുന്നു? ആമേൻ ആമേൻ ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. അപ്പോൾ ഒരു ദൈവരാജ്യം കാണണമെങ്കിൽ ഒരു എന്താകുന്നു? ഒരു ജനനം നമുക്ക് ആവശ്യം. ഉള്ളവരെ ഇത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം പ്രത്യാശയുണ്ട്. അതേ നമുക്ക് ഏതുവിധ തേജസ്സോട് ഉയർക്കപ്പെടുവാൻ കഴിയും. ഈ മാതാവിന് വേണ്ടിയല്ല ഇവിടെ കൂടുതൽപ്പെട്ടിരിക്കും, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അല്പം ദൈവജനം പറയുന്നത്, അല്ലെങ്കിൽ മാതാവിന് വേണ്ടിയല്ല. അപ്പോൾ നമ്മുടെ ഈ കേൾക്കപ്പെടുന്ന ദൈവമക്കൾ ഒന്ന് ചിന്തിച്ചാട്ടെ. അതേ ഇന്നോ നാളെയോ അടുത്ത ദിവസമോ ഞാൻ മരിച്ചാൽ എനിക്ക് ഏതുവിധ ശരീരം കിട്ടും? എങ്ങനെ ഉയർക്കപ്പെടുവാൻ കഴിയും? ഉയർക്കപ്പെടുമ്പോൾ ഏത് നിറയിൽ ഉയർക്കപ്പെടുവാൻ കഴിയും? നിറയെ കുറിച്ചത് ആരാകുന്നു? ദൈവസഭ, ദൈവത്തിനുള്ളവർ. അവരാകുന്നു എന്ത് ചെയ്യുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറയുമ്പോൾ എങ്ങനെയും ജീവിച്ചവരല്ല, യാഥാർത്ഥ്യമായി വിശുദ്ധ ജീവിതം നയിച്ചവർ. ഇവരാകുന്നു തേജസ്സിൻ്റെ ഏറിയ ശരീരത്തോടു കൂടി ഉയർക്കപ്പെടുവാൻ വരുന്നത്. ആ നിറയിൽ ഉയർക്കപ്പെടണം. പിന്നെ എന്താകുന്നു? 2 രക്തസാക്ഷികൾ. പിന്നെന്താകുന്നു? പിന്നെ ഏലിയാവ് ഏനോക്ക് രക്തസാക്ഷികൾ. പിന്നെ പഴയ നിയമ വിശുദ്ധം. അതോടുകൂടി ആ നിര അങ്ങ് ഫിനിഷിങ് ആണ്. പിന്നെ അതിനുശേഷം 2 നിരയുണ്ട്. അതിന് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. ഇതെല്ലാം ഒരു നിയമങ്ങൾ നന്നായി ഗ്രഹിച്ചു വച്ചിരിക്കണം. എങ്കിലും മാത്രമേ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഉയർക്കപ്പെടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോ എന്ന് നോക്കിയാട്ടെ. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ ഇല്ലെങ്കിൽ അത് എവിടെ എത്തുവാൻ കഴിയും? ഒരു നിമിഷം, ഈ മാതാവിൻ്റെ അന്ത്യ ശുശ്രൂഷയ്ക്ക് വന്നതല്ലേ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാം. എൻ്റെയും അന്ത്യത്തിൽ എൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ? എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? അതേ ഉയർക്കപ്പെടുമ്പോൾ, കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ, അതേ കാഹളം കേൾക്കുമ്പോൾ ഏത് നിറയിൽ ഏത് വിധത്തിൽ എനിക്ക് ഉയർക്കപ്പെടുവാൻ കഴിയും? എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. അതേ കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കണം. അതേ അക്കൂട്ടത്തിൽ ഞാനും നിങ്ങളും കാണേണ്ടതിന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തിക്കൊടുക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ലെങ്കിൽ മോഹമുണ്ടോ? അകത്തുനിന്ന് വിളിച്ചാൽ
മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമങ്ങൾ എവിടെ? മരണത്തിന്റെ വിഷമങ്ങൾ പാവം, പാവത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രബാല ഷഡ ഥുരബകതിര ഷഡബകര. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഭവനത്തിലെയും സെമിത്തേരിയിലെയും ശുശ്രൂഷകളെല്ലാം ദൈവം നടത്തി അനുഗ്രഹിച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രകൃതിയെല്ലാം ദൈവം നമുക്ക് അനുകൂലമാക്കിയതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. മാതാവിന് കൊടുത്ത വലിയ പ്രത്യാശയ്ക്കാണ് നമുക്ക് സ്തോത്രം ചെയ്യാം. മക്കളെല്ലാം മാതാവ് കാണിച്ച നല്ല മാതൃകകളെ പിൻഗമിച്ചുകൊണ്ട് പ്രത്യാശയുടെ ഒരു ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കണമെന്നാ നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ഇന്ന് വൽക്കാലം കർത്താവായ യേശുക്രിസ്തു ആ ഭവനത്തിൽ കടന്ന് ആ പ്രിയപ്പെട്ടവരെല്ലാം ദൈവിക ആശ്വാസത്താൽ ദൈവം നിറയ്ക്കണം, ദൈവിക സമാധാനം നൽകണം. മാർത്തയുടെയും മരിയയുടെയും വീട്ടിൽ ചെന്നവനായ യേശു ഭവനത്തിൽ ചെന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവിക ആശ്വാസത്താൽ നിറയ്ക്കണനാ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷയ്ക്കായി ശുദ്ധന്മാരെല്ലാം ദൈവം ബലപ്പെടുത്തിയதை ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കൃപയിൽ നമ്മെ എല്ലാവരെയും മറിച്ച് നമ്മുടെ ഈ നിത്യതയെ ഉറപ്പാക്കുവാൻ സ്വർഗം നമ്മയെല്ലാം സഹായിക്കണനായ സ്തോത്രം. ദൈവകരത്തിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. പിതാവാ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പുത്രനായ ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. വിവേകവന്ന കർത്താവിനായി സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്വർഗത്തെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെല്ലാം നന്മകൾക്കായി സ്തോത്രം. ദൈവമേ, പ്രിയാമ്മയുടെ ജീവിതത്തിൽ ചെയ്തെല്ലാം നല്ല പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശ്വാസത്തിൽ നിലകൊള്ളുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്നൊരു സാക്ഷിയായി കാണപ്പെടാൻ ഇവിടെയാക്കി സ്തോത്രം. പ്രിയാമ്മ കർത്താവിൻ്റെ സമയമായപ്പോൾ കഷ്ടങ്ങളില്ലാത്തതായ ആ നിത്യസ്ഥാനത്തിലേക്ക് ദൈവം ചേർത്തനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇനി ഞങ്ങൾക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിനായി നന്ദിയുടെ സ്തോത്രം. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹമാക്കി നടത്തിയിട്ട് ഇവിടെ ദൈവാനുഗ്രഹിച്ചതിനായ സ്തോത്രം. പ്രിയാമ്മയുടെ വേർപാട് ദുഃഖത്തിലാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കും. നല്ല നാളെ ഞങ്ങൾ ഈ സ്ഥലത്ത് വരേണ്ടവരാണ്. ആകെ ഞങ്ങൾ വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിച്ച് നല്ല അന്തിമരായപ്പോൾ നിങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് പ്രത്യാശയുടെ ഈ മാതാവും അതേപോലെ പ്രത്യാശയോടെ കാഹളശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തര ശരീരം പ്രാപിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കാറ് സ്തോത്രം. നിങ്ങളുടെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കും തൃക്കരകളിൽ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവായ ശിശുക്കളും പിതാവായ പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടാൻ നമ്മോടും വിശുദ്ധന്മാർ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന് വീണ്ടും അല്ല ഇത് രണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല.